ബൈബിളിലും ഖുറാനിലും സർക്കാർ ഭഗവത്ഗീതയിൽ വെച്ചിട്ടുണ്ട് മദ്യം വ്യഭിചാരം ചൂതാട്ടം തെറ്റാണ്. മദ്യം വ്യഭിചാരം ചൂതാട്ടം. അപ്പൊ ഈ മയക്കുമരുന്നിന് കുഴപ്പമില്ലേ? മയക്കുമരുന്ന് ഇത് പെടുത്തിയതല്ലേ രാജീവ് ഗാന്ധി സർക്കാർ 1985 ശബരിമല അയ്യപ്പനുണ്ട് മറ്റു കാര്യങ്ങളും ഹാഷ്ലോയിൽ ബ്ലഡ് ക്യാൻസറിന്റെ മരുന്ന് ഇപ്പോഴും സാറിന് വേണം അന്വേഷിച്ച് നോക്കും. കോട്ടക്കൽ ആരോഗ്യശാലക്കാർക്കുണ്ട്. അപ്പൊ ഇത് കുഴപ്പമില്ല. നിങ്ങൾ പറയുന്നത് ഇതാണ് പ്രശ്നം എന്നാണ് നിങ്ങൾ പറയുന്നത്. ഇത് വലിച്ചിട്ട് ആരും ഒരു പ്രശ്നം നിന്നില്ല. സാറിന് സംശയം ഉണ്ട് ചോദിക്കാം. എന്റെ കസ്റ്റമർ വേണം ലൗഡ് സ്പീക്കർ ഇട്ട് ഞാൻ ചോദിക്കാം. ഇത് വലിച്ചിട്ട് ആരും ഒരിക്കലും നിങ്ങൾ കഞ്ചാവ് കൊടുക്കുന്ന നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ ഇങ്ങനെ ആക്കി. ഇതിന്റെ പേര് കനാബിന്റെ നീലച്ചടൻ ഒറിജിനൽ പേര്. അത് പറയുമ്പോൾ ആർക്കും കുറ്റമില്ലല്ലോ. കഞ്ചാവിന്റെ ഇഞ്ചാ വന്നതല്ല വിഷയം. അതുകൊണ്ടല്ലേ ഈ പ്രശ്നം. ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ കസ്റ്റമറെ നിങ്ങൾ ഈ ഫോൺ വെച്ചിട്ട് നിങ്ങൾ കസ്റ്റമറെ വിളിച്ചിട്ട് ഇതിന്റെ മെച്ചം എന്ന് പറഞ്ഞു ഞാൻ സ്വാഭാവിക അങ്ങനെ പറയുള്ളൂ. ഇപ്പം കഞ്ചാവ് വലിക്കുന്ന ആരാണല്ലോ സൈലന്റാന്ന് പറയത്തില്ല. കഞ്ചാവ് വലിക്കുന്നവർ സൈലന്റാ. ആരും ആക്രമണം കാണിക്കത്തില്ല. കിട്ടിയില്ലെങ്കിലേ ദേഷ്യം. സാറിന് ശരിക്കും സമ്മതിച്ചു. ഇത് കിട്ടിയില്ല ദേഷ്യം വരും. അതാണ് ഇതിന്റെ മദ്യം നേരെ പിടിച്ച് മദ്യം അടിക്കുമ്പോൾ ദേഷ്യം ഇല്ലെങ്കിൽ സൈലന്റ്. നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. പോലീസ് ഉദ്യോഗസ്ഥരെ ഉപദേശിക്കുന്ന കഞ്ചാവ് കേസ് പ്രതിയുടെ വാക്കുകളാണ് ഇപ്പോൾ കേട്ടത്. കഞ്ചാവ് കഴിച്ചിട്ട് ആർക്കും ഒരു പ്രശ്നമില്ല. കഞ്ചാവ് വലിക്കുന്നവർ സൈലന്റ് ആണ്. ആരും ആക്രമണം നടത്താറില്ല. സംശയമുണ്ടെങ്കിൽ തന്റെ കസ്റ്റമേഴ്സിനെ വിളിച്ച് കേൾപ്പിക്കാമെന്നാണ് പോലീസിനോട് പ്രതി പറഞ്ഞത്. കഞ്ചാവിന്റെ ഇഞ്ച പറയുന്നതാണ് പ്രശ്നം. നീലച്ചടയൻ പ്രശ്നമില്ല. 300 ഗ്രാം കഞ്ചാവുമായി പള്ളിക്കത്തോട് പോലീസ് പിടികൂടിയ സ്റ്റെഫിൻ ദേവസിയാണ് പോലീസിനെ ഇങ്ങനെ ഒരു ഉപദേശിച്ച് തന്നെ ഞെട്ടിച്ചത്. ജി ശ്രീജിത്ത് ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഇവിടെ ഹാഷിഷ് ഓയിൽ ബ്ലഡ് ക്യാൻസറിന്റെ മരുന്നാണ്. ഈ കഞ്ചാവിനെ കുറിച്ചുള്ള ഗുണങ്ങളെക്കുറിച്ചൊക്കെ ഈ കേസിലെ പ്രതിയായിട്ടുള്ള സ്റ്റെഫിൻ ദേവസിയ പോലീസിനെ അങ്ങ് ഉപദേശിക്കുന്നുണ്ടല്ലോ. നമ്മൾ പ്രത്യേകിച്ചും പതിവായി ഇയാൾ ഒരു കാര്യം തുറന്നു പറയുന്നുണ്ട്. തനിക്ക് കസ്റ്റമേഴ്സ് ഉണ്ട്, കസ്റ്റമേഴ്സിനെ വിളിച്ച് വേണമെങ്കിൽ ചോദിക്കാം, ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അവർ പറഞ്ഞു തരുമെന്നൊക്കെ ഈ സ്റ്റെഫിൻ ദേവസിയ പോലീസിനോട് പറയുന്നുണ്ട്. ഈ പതിവായി ഇത്തരം കേസുകളിൽ പിടിക്കപ്പെടുന്ന വ്യക്തിയാണോ? നിരവധി കഞ്ചാവ് കേസിലെ പ്രതിയാണോ സ്റ്റെഫിൻ? ഇയാൾ പോലീസിനോട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത്? തീർച്ചയായും ഇയാൾക്ക് കഞ്ചാവ് വിപണനമുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പരിശോധന നടത്തുകയും ഇയാളെ പിടികൂടുകയും ചെയ്തിരിക്കുന്നത്. ആ പിടികൂടി എന്നൊക്കെയുള്ളത് സാധാരണഗതിയിൽ എല്ലാ ദിവസങ്ങളിലും നടക്കുന്നതാണ്. ഇന്നലെ മാത്രം 12 കേസുകളാണ് കോട്ടയം ജില്ലയിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ ഇത്തരം പ്രതികളെ പിടികൂടിയത്. അതിലൊരു പ്രതിയാണ് പോലീസിനെ ഇങ്ങനെ ഞെട്ടിച്ചത്. കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരികയും തമാശ തോന്നുകയും ഒക്കെ ചെയ്യും. ഇവൻ കഞ്ചാവ് അടിച്ചിട്ടാണോ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് തോന്നാം. ഇങ്ങനെ പല തരത്തിലുള്ള തോന്നലുകൾ വരാം. പക്ഷേ സ്റ്റെഫിൻ ദേവസിയെ പോലെയുള്ള ചെറുപ്പക്കാർ എങ്ങനെയാണ് ഇതിലേക്കൊക്കെ വീഴുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരുടെ കസ്റ്റമേഴ്സിനെ വീഴ്ത്തുന്നത് എന്നതുകൂടി സ്റ്റെഫിൻ ദേവസിയുടെ വാക്കുകളിലുണ്ട്. അതാണ് ഏറ്റവും ഗുരുതരമായി കാണേണ്ടത് എന്ന് തന്നെ തോന്നുകയാണ്. തീർച്ചയായും പോലീസിന് മുന്നിൽ ഇങ്ങനെ നിന്ന് സംസാരിക്കാനുള്ള ധൈര്യമൊക്കെ സാധാരണഗതിയിൽ ഉണ്ടാകാറില്ല. പക്ഷേ ഈ പ്രതി വളരെ കൂളായിട്ടാണ് സംസാരിക്കുന്നത്. കഞ്ചാവിനെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ശബരിമല അയ്യപ്പന് കൊടുക്കാൻ പോലും ഇത് കൊണ്ടുപോകുന്നില്ലേ എന്ന ചോദ്യം അദ്ദേഹം ചോദിക്കുന്നു. മാത്രമല്ല ഈ എന്താ പറയുക, ഈ മറ്റ് ലഹരി പോലെയല്ല, മദ്യം ഉപയോഗിക്കുമ്പോഴാണ് ആളുകൾ അക്രമകാരികളാകുന്നത്. ഇത് ഉപയോഗിച്ചാൽ ആളുകൾ നിശബ്ദരാണ്. അങ്ങനെയൊക്കെയുള്ള പലതരം വാദങ്ങൾ, ഇതൊക്കെ കേവലം സ്റ്റെഫിൻ ദേവസിയുടെ വാക്കുകളിൽ മാത്രമുള്ളതല്ല. ഈ കഞ്ചാവും ഇത്തരം ലഹരികളും ഒക്കെ ഉപയോഗിക്കുന്നവർക്കിടയിൽ പ്രചാരമുള്ള കാര്യം തന്നെയാണ് എന്നതുകൂടിയാണ്. സൂചിപ്പിച്ചതുപോലെ മുൻപൊക്കെ ഒരു പോലീസിന് നേരെ നിന്ന് സംസാരിക്കാൻ ചെറുപ്പക്കാർക്ക് ഭയമായിരുന്നുവെങ്കിൽ ഒരു കഞ്ചാവ് കേസിലെ പ്രതി പിടിക്കപ്പെട്ടപ്പോൾ പോലീസിനോട് ഇതേക്കുറിച്ചൊക്കെ തുറന്നു പറയാൻ കാണിക്കുന്ന ധൈര്യം, അത് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഈ കഞ്ചാവിൻ്റെ ഗുണങ്ങളായി ഒരുപക്ഷെ ഈ സ്റ്റെഫിൻ ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാർക്ക് തോന്നുന്നത്. ഈ കഞ്ചാവ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല, അത് കിട്ടാതെ വരുമ്പോഴാണ് ചെറുപ്പക്കാർ വയലന്റ് ആകുന്നതെന്നും സ്റ്റെഫിൻ തുറന്നു പറയുന്നുണ്ട്. നമുക്കറിയാം, ഈ സമീപകാലത്ത് റിപ്പോർട്ട് ചെയ്ത ചില കേസുകളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ കഞ്ചാവ് വാങ്ങാൻ പണം കൊടുക്കാത്തതിൻ്റെ പേരിൽ സ്വന്തം അച്ഛനെയും അമ്മയെയും കൊലപ്പെടുത്തിയ മക്കളെക്കുറിച്ചുള്ള യുവാക്കളെക്കുറിച്ച് ഉള്ള പല വാർത്തകളും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഒരുപക്ഷെ ഈ കഞ്ചാവിന് അടിമകളാകുന്നവർ ഇത് കിട്ടാതെ വരുമ്പോൾ കാണിക്കുന്ന വിഭ്രാന്തി, അതാണല്ലോ പലപ്പോഴും അക്രമ സംഭവങ്ങൾക്കൊക്കെ വഴിവെക്കുന്നതും. ശ്രീജിത്ത്,
തീർച്ചയായും സ്റ്റെഫിൻ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഇത് കിട്ടാതെ വരുമ്പോൾ കാണിക്കുന്ന അപ്പോഴാണ് ദേഷ്യം വരിക എന്ന് സ്റ്റെഫിൻ പറയുന്നത് സ്റ്റെഫിന്റെ അനുഭവത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ കിട്ടി ഇത് ഉപയോഗിച്ച ഒരു മനുഷ്യൻ എങ്ങനെ ഒരു മനുഷ്യനല്ലാതായി മാറുന്നു എന്നതിന്റെ ഉദാഹരണങ്ങളാണ് ടോം അല്പസമയം മുമ്പ് പറഞ്ഞ ഉദാഹരണങ്ങൾ. അങ്ങനെ ഒരുപാട് കേസുകൾ ഓരോ ദിവസവും സ്വന്തം അമ്മയെ വരെ തിരിച്ചറിയാൻ കഴിയാത്ത ലഹരി ഉപയോഗിക്കുന്ന മനുഷ്യരുടെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനൊക്കെ അപ്പുറത്തേക്ക് സിനിമാ മേഖലയോ അല്ലെങ്കിൽ അത്തരം കലാമേഖലകളിലൊക്കെ ഉള്ളവർ ഉപയോഗിക്കുമ്പോൾ പലർക്കും ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടി ഇത് ഉപയോഗിക്കൂ എന്നൊക്കെ നിർദ്ദേശിക്കും. കഴിഞ്ഞ ദിവസമാണ് സിനിമാ സെറ്റിലെ ഒരു മേക്കപ്പ് മാനെ, ഒരു പ്രമുഖ സിനിമകളുടെ മേക്കപ്പ് മാനെ ഇടുക്കിയിലേക്ക് പോകും വഴി പോലീസ് പിടികൂടിയത്. ഇങ്ങനെയെല്ലാമുള്ള സംഭവം, അതായത് കഞ്ചാവിനെ ന്യായീകരിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്. അത് സ്റ്റെഫിനെ പോലെയുള്ള താഴേക്കിടയിലെ കച്ചവടക്കാരെ മാത്രം നമ്മൾ കുറ്റപ്പെടുത്തിയാൽ പോരാ. ഇതിൽ വല്ലാതെ ബുദ്ധിയൊക്കെ ഉണ്ട് എന്ന് കരുതുന്ന മനുഷ്യർ പോലും ഇത് ഉപയോഗിക്കുകയും പിന്നീട് കാണിക്കുന്ന പല വിക്രിയകളും അക്രമങ്ങളും ഒക്കെ നമ്മൾ പല ഘട്ടത്തിലും കേട്ടിട്ടുള്ളതാണ്. അതാണ് ഈ പുതിയ തലമുറയിലേക്കും ഇത്തരം ആശയങ്ങൾ കൂടി. കഞ്ചാവ് നല്ലതാണ്. ഇപ്പോൾ കോട്ടയ്ക്കൽ ആര്യ വൈദ്യശാലയിൽ ഉപയോഗിക്കുന്നു ഹാഷിഷ് ഓയിൽ മരുന്നിന് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള മരുന്നിനൊക്കെ ഉപയോഗിക്കുന്നതിന് പോലും അതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ എന്തുണ്ടോ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവർ സാധാരണക്കാരായ കുട്ടികൾക്കിടയിൽ ഈ സിനിമയൊക്കെ കണ്ടുപോലും അടിപിടി ഉണ്ടാക്കാൻ പോകുന്ന കുട്ടികൾക്കിടയിലേക്കാണ് ഇത്തരം ഉപദേശങ്ങളുമായി ഇത്തരം ബിസിനസ്സുകാർ, ഇത്തരം കച്ചവടക്കാരെത്തുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇവരൊക്കെ വീണു പോകാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. അതായത് തട്ടിപ്പുകാരുടെ കാരണം ഇതിന്റെ അപകട വശം കൂടി ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ഈ 2025 പിറന്ന ശേഷം തുടങ്ങിയ ശേഷം റിപ്പോർട്ട് ചെയ്ത പ്രത്യേകിച്ച് ആദ്യത്തെ 2 മാസം തന്നെ 70ഓളം കൊലക്കേസുകൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതലും സ്വന്തം വീടുകളിൽ ഉണ്ടായിട്ടുള്ള അക്രമ സംഭവങ്ങളും കൊലപാതകങ്ങളുമാണ്. ഇതിൽ മദ്യവും ലഹരിയുമായിരുന്നു പ്രധാന വില്ലനായി വന്നത്. ലഹരി കിട്ടാത്തതിൻ്റെ പേരിൽ ലഹരിക്ക് അടിമയായിട്ടുള്ള ഒരു യുവാവ് താമരശ്ശേരിയിൽ സ്വന്തം അമ്മയെ ക്രൂരമായി കൊലപ്പെടുത്തിയ വാർത്ത അത് ജനുവരി മാസം ആദ്യ ആഴ്ച തന്നെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തതാണ്. ഇതുപോലുള്ള നിരവധി സംഭവങ്ങൾ ഓരോ ദിവസവും ഉണ്ടാകുന്നുണ്ട്. അതുതന്നെയല്ലേ ഈ ഒരു കഞ്ചാവിൻ്റെയും ഇതുപോലുള്ള ലഹരിയുടെയും ഒക്കെ അടിമത്തത്തിലേക്ക് കുട്ടികൾ മാറുമ്പോൾ പിന്നീട് അത് കിട്ടാതെ വരുമ്പോൾ വിഭ്രാന്തികൾ പ്രകടിപ്പിക്കുന്നു, അവർ വയലന്റ് ആകുന്നു, അക്രമികളാകുന്നു. ഇതിൻ്റെ വശങ്ങൾ കൂടി ഈ യുവാക്കൾ, ഈ ഇന്നത്തെ ചെറുപ്പക്കാർ അറിയേണ്ടതല്ലേ? തീർച്ചയായും യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന കോട്ടയത്തെ നഴ്സിംഗ് കോളേജിലൊക്കെ മദ്യത്തിന് പണത്തിന് വേണ്ടിയൊക്കെയാണ് പലതരത്തിലുള്ള റാഗിങ്ങുകളും നടന്ന സംഭവം പോലും നമ്മൾ കണ്ടതാണ്. അതിനും അപ്പുറത്തേക്ക് എങ്ങനെയാണ് ഇത്തരം ചെറുപ്പക്കാരെയൊക്കെ, അതായത് ഈ ലഹരിയുടെയൊക്കെ ഒരു ശാസ്ത്രീയ വശങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ്, അതായത് ഒരു ലഹരി ബോധന ക്ലാസ് ഒരു പുതിയ കുട്ടികൾ കോളേജിൽ ജോയിൻ ചെയ്താൽ ഒരു തവണയായിരിക്കും എടുക്കുക. പക്ഷേ നിരന്തരം ഇങ്ങനെ സുഹൃത്തുക്കളിൽ നിന്നും അല്ലെങ്കിൽ ഇങ്ങനെ ഏജന്റുമാരിൽ നിന്നും ഒക്കെ കേൾക്കുന്ന കുട്ടികൾ എവിടേക്ക് പോകും എന്ന ചോദ്യമാണ് പ്രധാനമായി ഉയരുന്നത്. എന്തുകൊണ്ട് ഇവരൊക്കെ ഇങ്ങനെ ലഹരിയിലേക്ക് വീണു പോകുന്നു എന്നതിന്റെ ചോദ്യം എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായി ഉയർന്നു നിൽക്കുന്നത്. തീർച്ചയായും ഒരു നിരന്തരമായ ഇടപെടൽ പലപ്പോഴും ഉണ്ടായി. ഇപ്പോൾ പല കേസുകളും വരുമ്പോൾ വലിയ റെയ്ഡുകൾ, ഇന്നലെ മാത്രം കോട്ടയത്ത് മാത്രം 12 കേസുകളാണ്. തലയോലപ്പറമ്പിലൊരു വിവാഹ സൽക്കാരത്തിന് പോലും കഞ്ചാവ് കൊണ്ടുവന്നു, അതിനുവേണ്ടി കരുതി വെച്ചിരുന്ന കഞ്ചാവ് പോലും പിടിക്കപ്പെടുന്ന സാഹചര്യം പോലും ഇന്നലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പല പല രീതിയിലാണ് പാലത്തിന്റെ താഴെ കഞ്ചാവ് ചെടി വളർത്തുന്നു. അങ്ങനെ എത്രയോ വ്യാപകമായിരിക്കുന്നു സമൂഹത്തിൽ നമുക്കിടയിലൊക്കെ എന്നുള്ളതാണ്. അവിടെ ഒരുപക്ഷെ ഇതിന് ബോധവൽക്കരണം നടത്തേണ്ട സംവിധാനങ്ങൾ എടുക്കുന്ന പണിയുടെ 10,000 ഇരട്ടി പണി ഇതിന്റെ ബിസിനസ്സുകാരായിട്ടുള്ളവർ എടുക്കുന്നു എന്നതിന്റെ അത്രയും ശാസ്ത്രീയമായ ഒരു സാധാരണ കുട്ടി ചിലപ്പോൾ കേട്ട് കഴിഞ്ഞാൽ ഈ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിൽ ഇത് കിട്ടുന്നില്ലേ, ശബരിമല അയ്യപ്പന് കൊണ്ടുപോകുന്നില്ലേ, ഈ മദ്യവും മറ്റ് ഈ എന്താ പറയുക വ്യഭിചാരം പോലുള്ള കാര്യങ്ങളാണ് മതത്തിൽ എതിർത്തിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ ഫലത്തിൽ ന്യായീകരിക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ. അങ്ങനെ ഒരു 100,000 ടൂളുകളുണ്ട് ഇത്തരം വിൽപ്പനക്കാരുടെ കയ്യിൽ എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് ഒരു തരത്തിലും തമാശയാക്കേണ്ട ഒരു വീഡിയോ അല്ല. എത്രയോ ഒരുപക്ഷെ ഈ സ്റ്റെഫിൻ ദേവസ്യ അത്രയും ആത്മാർത്ഥമായി വിശ്വസിച്ച് തന്നെ ആയിരിക്കാം ഇത്തരം കാര്യങ്ങൾ പറയുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അയാൾ അത്രയും ആത്മാർത്ഥമായി പോലീസിനോടല്ലേ പറയുന്നത്, അല്ല സാധാരണ കുട്ടികളോടല്ല, പോലീസിനോടും ഇങ്ങനെ പറയാനുള്ള ഒരു ധൈര്യം അത്രയും ആത്മാർത്ഥമായി അത് വിശ്വസിക്കുന്നത് കൊണ്ടാകാം. അപ്പോൾ എത്രത്തോളം ആഴത്തിലാണ് നമ്മുടെ
ഇത്തരം പുതിയ തലമുറയിൽ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉപയോഗിച്ച് ലഹരിയിൽ പെടുന്ന മനുഷ്യരുടെ ചിന്ത എന്നതുകൂടി വ്യക്തമാക്കുന്നതാണ് സ്റ്റെഫിന്റെ. തീർച്ചയായും ഇതുപോലുള്ള കാര്യങ്ങൾ പുതിയ തലമുറയിലേക്ക് കുത്തിവെക്കാൻ വേണ്ടി മതവിശ്വാസങ്ങളെ, ദൈവവിശ്വാസങ്ങളെ പോലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളെ പോലും കൂട്ടുപിടിക്കുന്നു. കാരണം മതങ്ങൾ ഇതിനെതിരായിട്ട് പറയുന്നില്ലല്ലോ, ലഹരിക്കെതിരായ ഒരു പ്രചരണം നടത്തുന്നില്ലല്ലോ. ഖുറാനിലും ബൈബിളിലുമൊക്കെ വ്യഭിചാരത്തെക്കുറിച്ചും കൊലപാതകത്തെക്കുറിച്ചുമൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ ലഹരിയെക്കുറിച്ച് ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഈ മതാടിസ്ഥാനത്തിൽ ജീവിക്കുന്ന കുട്ടികളെ പോലും അത് സ്വാധീനിച്ചേക്കാം. പക്ഷേ ഇതിൻ്റെ ഒരു അപകടവശം കൂടി നമ്മുടെ പുതിയ തലമുറ തിരിച്ചറിയേണ്ടതുണ്ട്. കൊച്ചിയിൽ ഒരു 12 വയസ്സുകാരനാണ് ലഹരിക്ക് അടിമയായ ഒരു 13 വയസ്സുകാരൻ 10 വയസ്സുള്ള തൻ്റെ ഇളയ സഹോദരിക്ക് ലഹരി നൽകുന്ന അവസ്ഥ. ഇപ്പോൾ രണ്ടുപേരും ലഹരി വിമുക്തി കേന്ദ്രത്തിലാണ്, ചികിത്സയിലാണ്, അതിൽ നിന്നും മുക്തരായിട്ടില്ല. മാത്രമല്ല ഇന്നലെ ശ്രീജിത്ത് തന്നെ കോട്ടയത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയുണ്ട്. ഒരു 10ാം ക്ലാസ്സുകാരനാണ് കഞ്ചാവുമായി കോട്ടയം പൂഞ്ഞാറിൽ പിടിയിലാകുന്നത്. ഇതുപോലുള്ള പല സംഭവങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഒരുപക്ഷെ ഇത് സൈലന്റ് ആണെന്ന് പറയുമ്പോഴും, ഇത് ഉപയോഗിക്കുന്നവർ സൈലന്റ് ആണെന്ന് പറയുമ്പോഴും കൊച്ചിയിൽ ദമ്പതികളെ ആക്രമിച്ചത് കഞ്ചാവ് കേസിലെ പ്രതികളായിരുന്നു, ലഹരിക്ക് അടിമകളായിട്ടായിരുന്നു ഉള്ളവരായിരുന്നു. ഇതുപോലുള്ള പല അക്രമ സംഭവങ്ങളും പരിശോധിച്ചു കഴിഞ്ഞാൽ ലഹരിയാണ് അവിടെ പ്രധാനപ്പെട്ട വില്ലനാകുന്നത്. ലഹരി സംഘങ്ങളും അക്രമികളും ഏറ്റവും കൂടുതൽ ഭീഷണി ഉയർത്തുന്നത് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് തന്നെയാണ്. അവരുടെ ഈ ക്രമസമാധാന ചുമതല അവർ മുന്നോട്ട് പോകുമ്പോൾ പോലും ആക്രമണം നേരിടുന്ന, അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോഴും ആക്രമണം നേരിടുന്ന അല്ലെങ്കിൽ കൊല ചെയ്യപ്പെടുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ചും കോട്ടയത്ത് ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു ക്രിമിനൽ കേസ് പ്രതിയുടെ ആക്രമണത്തിനിരയായി കൊല ചെയ്യപ്പെട്ടത്. ഇന്നലെ കോട്ടയത്ത് ഒരു ലഹരി കേസിലെ പ്രതി, മോഷണ കേസിലെ പ്രതി പോലീസുകാരനെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവം കൂടി പുറത്തു വന്നതാണ്. ആ കേസിലെ പ്രതിയെ അരുൺ ബാബുവുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. പോലീസുകാരൻ സുനു ഗോപാലിനെ കുത്തിയ SH മൗണ്ടിലും മോഷണം നടത്തിയ മുള്ളുശ്ശേരിയിലെ വീട്ടിലുമായിരുന്നു തെളിവെടുപ്പ്. അതിന്റെ ദൃശ്യങ്ങളിലേക്ക്. കളയാൻ വേണ്ടി ഇവിടെ ഇരുന്നത് മുഖത്ത് അമ്മച്ചി പ്രാർത്ഥിക്കുമായിരുന്നു. ഇവിടെ നിന്ന് പ്രാർത്ഥനയായിരുന്നു വെച്ചിരുന്നത് ജീവിക്കാത്ത അമ്മച്ചി. ഒരു 10 മണി 11 മണി വയ്ക്ക് അടുത്ത് വരെ പ്രാർത്ഥന കേട്ടോണ്ടിരിക്കുകയായിരുന്നു അമ്മച്ചി. ആദ്യം പേടിച്ചായിരുന്നു, പക്ഷെ അത് പേടിയും കാര്യമൊന്നും ഇല്ലായിരുന്നു. ഞാൻ അമ്മച്ചിയോട് പറഞ്ഞായിരുന്നു അത് ആളുകളൊക്കെ പോകാൻ വേണ്ടി, ഈ ഭാഗത്തുള്ള വീടുകളൊക്കെ കടക്കാനും വേണ്ടി. മാല ഊരി മേടിക്കുമായിരുന്നു. കാലി അമ്മച്ചിയുടെ വേറെ ഒന്നും എടുത്തിട്ടില്ല, മാല മാത്രമേ ഉള്ളൂ. 1000 രൂപ എനിക്ക് തന്നിട്ടുണ്ട്. 1350 രൂപ. അല്ല അമ്മച്ചി ഓടിയതാ. എന്റെ കൈ കത്തി ഇരിപ്പുണ്ടായിരുന്നു, തന്നെ അങ്ങോട്ടാണ്, ഞാൻ മുറിച്ചതല്ല. ഇവിടെയാ അമ്മച്ചി എന്നോട് വിലം പിടിച്ചതാ. അത് എന്റെ കൈ കത്തി ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അമ്മച്ചി മുറിഞ്ഞത്. അന്ന് എന്റെ കൈ മുറിഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാ മാല എടുത്തത്? മാല വിൽക്കാൻ വേണ്ടിയായിരുന്നു. എന്താവശ്യത്തിന്? കാശിന്റെ ആവശ്യത്തിനുണ്ടോ? എനിക്ക് കോട്ടയത്ത് 4 കേസുണ്ട്. ജി ശ്രീജിത്തിലേക്ക് വീണ്ടും. ശ്രീജിത്ത്, ഈ അരുൺമോഹൻ എങ്ങനെയാണ് മോഷണം നടത്തിയതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പ്രതി അരുൺ ബാബു വിശദീകരിക്കുന്നുണ്ട് പോലീസിനോട്. ഇതിനിടെ ഈ പ്രതിയെ തന്നെ മോഷണക്കേസിൽ പിടിക്കാൻ എത്തിയപ്പോഴാണ് പോലീസുകാരനെ ആക്രമിക്കുന്നത്. ഈ കേസിൽ തെളിവെടുപ്പ് പൂർത്തിയായിട്ടുണ്ടോ? എന്തൊക്കെ കാര്യങ്ങളാണ് പ്രതി പോലീസിനോട് വിശദീകരിക്കുന്നത്? ശ്രീജിത്ത്. ടോം, തീർച്ചയായും നമ്മൾ മുമ്പേ സംസാരിച്ചുകൊണ്ടിരുന്നത് സാധാരണക്കാരുടെ വീട്ടുകാരുടെയൊക്കെ പ്രശ്നം അല്ലെങ്കിൽ സുരക്ഷാ പ്രശ്നമാണെങ്കിൽ പോലീസുകാർക്ക് പോലും നാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി എന്ന തരത്തിലാണ് ഒരു മാസം മുൻപ് നടന്ന കൊലപാതകം, തെള്ളകത്ത് നടന്ന പോലീസുകാരനെ കൊലപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് അന്ന് സംഭവം എത്തിയത്. ഇന്നലെ ഈ പ്രതി അവിടെ ആ ഭാഗത്തുണ്ട് എന്ന് അറിഞ്ഞ് പിടിക്കാൻ 3 അംഗ സംഘം ഓട്ടോറിക്ഷയിൽ മഫ്തി വേഷത്തിൽ രഹസ്യമായി അവിടെ എത്തുകയായിരുന്നു. ഇതിനിടെയാണ്
പോലീസിനെ കണ്ട് ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചത്. ആദ്യ 2 കത്തി പോലീസ് ഇയാളുടെ കയ്യിൽ നിന്ന് പിടികൂടി ഇയാൾ ആക്രമിക്കാതിരിക്കാൻ. പക്ഷെ മൂന്നാമതൊരു കത്തി കൂടി ഉണ്ടായിരുന്നു. ആ കത്തി വെച്ചാണ് CPO സുനു ഗോപാലിനെ ഇയാൾ കുത്തുന്നത്. എന്തായാലും ഇയാൾ കുത്തിയ ശേഷം മറ്റ് 2 പോലീസ് ഉദ്യോഗസ്ഥർ ഈ കത്തി കൂടി പിടികൂടുന്നു. അതിനുശേഷം അവിടെ വെച്ച് തന്നെ കൂടുതൽ പോലീസ് സംഘം എത്തി ഇയാളെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. എന്തായാലും കഴിഞ്ഞ ഏതാണ്ട് മാർച്ച് 5-നാണ് ഈ സോമ എന്ന മള്ളൂശ്ശേരിയിലെ വീട്ടമ്മയെ വീട്ടിൽ തടഞ്ഞു വെച്ച് മോഷണം നടത്തിയത്. കെട്ടിയിട്ടാണ് മോഷണം നടത്തിയത് എന്ന് പ്രതി തന്നെ ഫലത്തിൽ സമ്മതിക്കുകയാണ് ഇന്നത്തെ തെളിവെടുപ്പിൽ ചെയ്തത്. അമ്മച്ചിയുടെ കയ്യിൽ കുത്തി മുറിവേൽപ്പിച്ചല്ലോ എന്ന് ചോദിച്ചപ്പോൾ അത് അമ്മച്ചി പെട്ടെന്ന് ഓടി രക്ഷപ്പെടാൻ നേരത്തെ കൈ അറിയാതെ കൊണ്ടതാണ് എന്നൊക്കെയുള്ള ന്യായീകരണമാണ് ഈ അരുൺ ഗോപി നടത്തുന്നത്. ഒരു കാര്യമുള്ളത്, പണം ഉൾപ്പെടെ ഏതാണ്ട് 4 മണിക്കൂറോളം ഈ തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട്. പക്ഷേ ഏതാണ്ട് 4 മണിക്കൂറോളം ഈ അമ്മച്ചി ഒറ്റയ്ക്കാണ്, സോമ എന്ന വീട്ടമ്മ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. 4 മണിക്കൂറോളം ഈ പ്രതി അതേ വീട്ടിൽ തന്നെ കഴിഞ്ഞു. ആദ്യം അമ്മച്ചിക്ക് പേടിയുണ്ടായിരുന്നു, അതിനുശേഷം ഞാൻ പേടിക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മച്ചി അവിടെ പ്രാർത്ഥനയൊക്കെ ആയിട്ടിരുന്നു എന്നാണ് ഈ കള്ളൻ, ഈ മോഷ്ടാവ് പോലീസിനോട് ഇന്ന് നൽകിയ മൊഴി. എന്തായാലും ഇന്നലെ ഇയാളെ പിടികൂടിയത്, ഇന്നലെ ഈ പോലീസിന് നേരെ നടന്ന അക്രമത്തിന് ശേഷം ഉടൻ തന്നെ ഇയാളെ പിടികൂടാനായത് പോലീസിനെ സംബന്ധിച്ച് ആശ്വാസകരമായി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ദിവസങ്ങളായി ഏതാണ്ട് 2 ആഴ്ചക്കാലമായി ഇയാളെ പിടികൂടാനുള്ള ശ്രമത്തിലായിരുന്നു. നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ ഒരുപാട് മോഷണ കേസുകളിൽ പ്രതിയാണ് ഈ അരുൺ ബാബു. ഒപ്പം തന്നെ മറ്റ് ലഹരി കേസുകൾ, കഞ്ചാവ് വിൽപ്പന അടക്കമുള്ള കേസുകളിലും ഇയാൾക്കെതിരെ ഉണ്ട് എന്നാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ടോം. ശ്രീജിത്ത്, പ്രത്യേകിച്ചും കോട്ടയത്ത് തന്നെ ഇത് തുടർച്ചയായി ഉണ്ടാകുന്ന 2ാമത്തെ സംഭവമാണ് പോലീസുകാർക്ക് നേരെയുള്ള ആക്രമണം. അതിലൊരു പോലീസുകാരൻ കൊല്ലപ്പെടുന്ന സാഹചര്യം പോലും ഉണ്ടായി. ഇവിടെ കുത്തേൽക്കുന്നു. കോട്ടയം ജില്ലയിൽ പ്രത്യേകിച്ച് ഈ സമീപ നാളുകളിൽ ലഹരി കേസുകൾ, അക്രമ കേസുകളൊക്കെ വർദ്ധിക്കുന്നുണ്ട്. ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെയിൽ അവരെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന ഇതുപോലുള്ള സംഭവങ്ങൾ വേറെയും ഈ സമീപ നാളുകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? തീർച്ചയായും നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ തെള്ളകത്ത്, അതായത് കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ CPO ഡ്രൈവർ CPO അന്ന് ആക്രമണത്തിനിരയായി തെള്ളകത്ത് മരിച്ച സംഭവമാണ് ഉണ്ടായത്. അതാണ് അത് ജോലി കഴിഞ്ഞ് മാഞ്ഞൂരെ വീട്ടിലേക്ക് പോകുന്ന വഴി ഒരു പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള നിടയിൽ 2 തട്ടുകടക്കാർക്കിടയിലെ തർക്കത്തിൽ ഇടപെട്ടതായിരുന്നു. രാത്രി 1 മണിക്കായിരുന്നു ആ സംഭവം ഉണ്ടാകുന്നത്. പക്ഷേ അവിടെ വെച്ച് ഇയാളെ ക്രൂരമായി ഈ പ്രതി ആക്രമിക്കുകയായിരുന്നു. ആ പ്രതി ആക്രമിച്ച ശേഷം ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷേ മറ്റൊരു പോലീസ് സംഘം, അതുവഴി പെട്രോളിങ്ങിന് വന്ന കുമരകം SHOയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഈ പ്രതിയെ അവിടെ നിന്ന് തന്നെ പിടികൂടുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും കോട്ടയത്ത് മാത്രം അക്രമം കൂടുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. സംസ്ഥാനത്തൊട്ടാകെ ഇത്തരത്തിലുള്ള പല സ്ഥലങ്ങളിലും പല രീതിയിലുള്ള അക്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പോലീസുകാർക്കെതിരെ ഉണ്ടായ ഈ 2 അക്രമ സംഭവങ്ങളും അപ്രതീക്ഷിതമാണ്. അതൊരു പോലീസിന്റെ വീഴ്ച എന്ന് കരുതാൻ വയ്യ. പോലീസിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം. അതിനുള്ള മുൻകരുതൽ അവർ ആദ്യഘട്ടത്തിൽ എടുത്തിരുന്നു. 3 കത്തിയാണ് ഈ പ്രതി സൂക്ഷിച്ചിരുന്നത് എന്നുള്ളതാണ് ഞെട്ടിക്കുന്നത്. ആദ്യത്തെ 2 കത്തിയും പോലീസ് പിടികൂടിയിരുന്നു. അതിനുശേഷം മൂന്നാമതൊരു കത്തി ഉണ്ട് എന്ന ധാരണ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ദേഹത്ത് ഒളിപ്പിച്ച ഈ 3ാമത്തെ കത്തിയെടുത്ത് ഈ പ്രതി ഇയാളെ പോലീസുകാരനെ കുത്തുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇയാളുടെ പരിക്ക്, സുനു ഗോപാലിന്റെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷെ ആ സംഭവ സ്ഥലത്ത് തന്നെ നിരവധി രക്തം വാർന്നൊഴുകുന്ന കാഴ്ചയൊക്കെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും പ്രതിയെ ഈ സംഭവങ്ങളിലെല്ലാം വളരെ വേഗത്തിൽ ഈ സംഭവ സ്ഥലത്ത് തന്നെ കോട്ടയത്ത് പോലീസുകാരനെ ആക്രമിച്ച കേസിലെ പ്രതി അരുൺ ബാബു ലഹരി കേസിലടക്കം പ്രതിയെന്നാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ. നേരത്തെ കോട്ടയത്ത് പോലീസിന്റെ പിടിയിലായ സ്റ്റെഫിൻ ദേവസ്യ കഞ്ചാവിനെക്കുറിച്ചും ലഹരിയെക്കുറിച്ചുമൊക്കെ പോലീസിനോട് ഉപദേശിച്ചിരുന്നു. ഇതിൽ അപകടമില്ല, സൈലന്റാണ്, അക്രമം നടത്തില്ല, ഇതിൽ യാതൊരു തെറ്റുമില്ല എന്ന രീതിയിലുള്ള വിശദീകരണമായിരുന്നു. അല്ലെങ്കിൽ പോലീസിനെ ഉപദേശിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ, ഒരു കഞ്ചാവ് കച്ചവടക്കാരൻ്റെ ഉപദേശമാണ് നമ്മൾ കേട്ടതെങ്കിൽ ഈ കഞ്ചാവിൻ്റെ ഈ ലഹരിയുടെ അപകടത്തെക്കുറിച്ച് കൂടി തിരിച്ചറിയേണ്ടതുണ്ട്. മലപ്പുറത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലഹരി മരുന്ന് നൽകി
പീഡിപ്പിച്ചുവെന്ന് പരാതി. യുവാവിനെ കോട്ടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം ചേറൂർ സ്വദേശി അബ്ദുൽ ഗഫൂറാണ് പിടിയിലായത്. ഭക്ഷണത്തിൽ MDMA കലർത്തി നൽകിയായിരുന്നു ആദ്യം പീഡനം. പിന്നീട് വർഷങ്ങളോളം പീഡിപ്പിച്ചുവെന്നാണ് പരാതി. CV അനുമോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അനുമോദ്, ഈ ലഹരി നൽകി പീഡിപ്പിച്ചുവെന്ന് പറയുന്ന ഇരയായിട്ടുള്ള പെൺകുട്ടി പിന്നീട് ലഹരിക്ക് അടിമയാകുന്നു. വർഷങ്ങൾക്ക് ശേഷം ലഹരിയിൽ നിന്നും മോചിതയായ കുട്ടി പീഡനത്തെക്കുറിച്ച് ബോധവതിയായ ശേഷമാണ് പരാതിയുമായി രംഗത്തെത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നായിരുന്നു ഈ സംഭവത്തിന്, ഈ പരാതിക്ക് അടിസ്ഥാനമായ കേസ് അതെന്നാണ് നടന്നത്? വർഷങ്ങളോളം പീഡിപ്പിച്ചുവെന്ന് പറയുമ്പോൾ അത് ലഹരി നൽകി പീഡിപ്പിക്കുന്നു, അതല്ലെങ്കിൽ പ്രണയച്ചതിയെ, എന്താണ് മനസ്സിലാക്കേണ്ടത്? ടോം, ഒന്നാമത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറയാനുള്ളത്, ഇതൊരു പോക്സോ കേസായതുകൊണ്ട് നമുക്ക് ഈ ചില കാര്യങ്ങൾ മുഴുവനായിട്ട് പറയാനാകില്ല. പക്ഷേ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്രകാരമാണ്. 2020 ഈ കുട്ടി ഇയാളുമായി ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെടുന്നതും തുടർന്ന് അവര് ഈ തരത്തിലേക്ക് ബന്ധങ്ങൾ മാറുന്നതും. അന്ന് മുതൽ ഇയാള് ഭക്ഷണത്തിൽ ലഹരിമരുന്ന് കലർത്തി നൽകിയിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. 2025 വരെ, ഈ വർഷം വരെ ഇത്തരത്തിൽ ഇയാൾ ഈ കുട്ടിയെ പ്രണയിക്കുന്നതായി നടിക്കുകയും ആ കുട്ടിക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയും ഭക്ഷണത്തിൽ ലഹരിമരുന്ന് കലർത്തുകയും തുടർന്ന് ഈ കുട്ടിയെ പല ചൂഷണങ്ങൾക്കും വിധേയമാക്കുകയും ചെയ്തു. അതിനു പുറമെ ഈ കുട്ടിയുടെ സ്വർണ്ണ മോതിരവും ഇയാൾ തട്ടിയെടുത്തു എന്നാണ് പോലീസ് പറയുന്നത്. അപ്പോൾ ഈ കുട്ടിയുടെ സ്വഭാവത്തിൽ വന്ന മാറ്റം, പെരുമാറ്റത്തിൽ വന്ന വ്യത്യാസമൊക്കെ മനസ്സിലാക്കിയ രക്ഷിതാക്കൾ ഈ കാര്യങ്ങൾ അന്വേഷിക്കുകയും കുട്ടിക്ക് ചികിത്സ നൽകുകയും ഒക്കെ ചെയ്തു. അതിനുശേഷമാണ് ഇക്കാര്യങ്ങൾ തുറന്നു പറയാൻ, തന്നെ ലഹരി നൽകി ഇത്തരത്തിലൊരു അവസ്ഥയിലാക്കിയത് ഇയാളാണെന്ന് പെൺകുട്ടി തുറന്നു പറയാൻ തയ്യാറാവുന്നതും. തുടർന്നാണ് ഇപ്പോൾ കോട്ടക്കൽ പോലീസിൽ പരാതി നൽകി ഈ വേങ്ങര സ്വദേശിയായിട്ടുള്ള അബ്ദുൽ ഗഫൂറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ 2 തരത്തിലുമുണ്ട്. ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ടു പ്രണയം നടിച്ച് ഇത്തരത്തിൽ സ്വർണം ആഭരണങ്ങൾ മോഷ്ടിക്കുന്ന സാഹചര്യം, അതോടൊപ്പം തന്നെ ലഹരി നൽകി പീഡനം, അങ്ങനെ പല തലങ്ങളിൽ ഉള്ള ഗുരുതരമായ കുറ്റങ്ങളാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. നിലവിൽ പോലീസ് പോക്സോ കുറ്റത്തിനും അതേപോലെ തന്നെ ഇലക്ട്രോണിക് IT ആക്ട് പ്രകാരമുള്ള കുറ്റത്തിനും മോഷണത്തിന് പിടിച്ചുപറി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കുന്ന തരത്തിലാണ് FIR രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇയാൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ എന്തെല്ലാം ചുമത്തുമെന്നത് കുറച്ചുകൂടി വ്യക്തമാകേണ്ടതുണ്ട്. കാരണം കുട്ടിയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തി അതിനുശേഷം കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് താൻ കഴിച്ച ഭക്ഷണത്തിൽ ലഹരി ഉണ്ട് എന്ന് ആ കുട്ടി തിരിച്ചറിയാതെ പോയതും അതിന് അഡിക്ഷൻ വരുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറുകയും ചെയ്തത്. നമ്മുടെ ചുറ്റും ഈ ലഹരി മാഫിയയുടെ സാന്നിധ്യം അത് അങ്ങനെയുള്ള ചതികൾ കൂടി നമ്മുടെ സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട്. അനുമതി, ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തൊരു കേസ്, അവിടെ പെൺകുട്ടിയെ കാമുകൻ പീഡിപ്പിച്ചത് കിൻഡർ ജോയിലും ചോക്ലേറ്റിലും ഈ MDMA കലർത്തി നൽകിയായിരുന്നു. ആ പെൺകുട്ടിയും അത് തുടക്കത്തിൽ തിരിച്ചറിഞ്ഞില്ല, പിന്നീട് ലഹരിക്ക് അടിമയാകുന്നു. ഇതുപോലുള്ള ലൈംഗിക വൈകൃതത്തിൽ അടിമയാകുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. അനുമോദ് സൂചിപ്പിച്ചതുപോലെ ഈ പ്രായപൂർത്തിയാകാത്ത കുട്ടികളായതിനാൽ, പോക്സോ കേസായതിനാൽ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് പുറത്തു പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഇതിൻ്റെ ഒരു അപകടത്തെക്കുറിച്ച് നമ്മുടെ പുതിയ തലമുറ, മാതാപിതാക്കൾ, പെൺകുട്ടികളൊക്കെ തിരിച്ചറിയേണ്ടതാണ്. ഇതുപോലുള്ള ചതി കാരണം ആരുടെയെങ്കിലും കൂടെ പോകുമ്പോൾ, അല്ലെങ്കിൽ സുഹൃത്തുക്കളോടൊപ്പം ഏതെങ്കിലും പാർട്ടിക്ക് പോകുമ്പോഴോ, അല്ലെങ്കിൽ ഈ ആൺസുഹൃത്തിൻ്റെ ഒപ്പം പോകുമ്പോഴോ, ഇതുപോലുള്ള ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഇതുപോലെ ലഹരി കലർത്തി നൽകുമെന്ന അപകടം കൂടി, ഇതിൽ ഒരു ചതി കൂടി ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് പുതിയ തലമുറ മനസ്സിലാക്കേണ്ടതില്ലേ അനുമോദ്? തീർച്ചയായും രക്ഷിതാക്കളെ സംബന്ധിച്ച് ഏറ്റവും ആശങ്ക ഉണർത്തുന്ന വാർത്തകളൊക്കെയാണ് പുറത്തു വരുന്നത്. ഒന്ന്, ഒരിക്കലും കാണാത്ത ഒരാളെ സാമൂഹ്യ മാധ്യമം വഴി പരിചയപ്പെട്ട് അയാൾ പറഞ്ഞത് വിശ്വസിച്ച് ഈ കുട്ടികളൊക്കെ അത്തരത്തിൽ നീങ്ങുന്നു. രണ്ടാമതായിട്ട്, ഈ പരിചയപ്പെട്ട ആൾ ചെയ്യുന്നത് എന്താണ്, നമ്മളെ ഉപദ്രവിക്കുകയാണോ അതോ ഉപയോഗിക്കുകയാണോ അതോ മറ്റേതെങ്കിലും തരത്തിൽ ചൂഷണം ചെയ്യുകയാണോ അതുപോലെ അറിയാത്ത തരത്തിലേക്ക് സാഹചര്യം മാറുകയാണ്. ലഹരി മരുന്ന് എങ്ങനെയാണെന്ന് പോലും ഒരുപക്ഷെ ഈ പെൺകുട്ടികൾക്ക് അറിയില്ല. അത് അവർക്ക് മുൻപിൽ മറ്റൊരു രൂപത്തിലോ അല്ലെങ്കിൽ അവരറിയാതെ അവർക്കുള്ളിലേക്കോ
ഈ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ എത്തിപ്പെടുമ്പോൾ അവരത് അറിയാതെ അഡിക്ഷൻ അതിലേക്ക് ചെന്നു പോവുകയാണ്. ഈ ഒരു മരുന്ന് കഴിക്കുമ്പോൾ ഒരു പക്ഷേ അവർക്കുണ്ടാകുന്നത് ഇൻടോക്സിക്കേഷൻ ആണോ അതോ ഇത് തുടർച്ചയായി കഴിക്കുമ്പോഴുള്ള അവസ്ഥ മറ്റെന്തെങ്കിലും ആണോ എന്നും പറയാം. അത് ദുരുപയോഗം ചെയ്ത് ഇവരെ ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്നു, അവരുടെ സ്വർണം കവരുന്നു തുടങ്ങി ഏത് ഹീനകൃത്യത്തിലേക്കും ഈ സാഹചര്യങ്ങൾ ഒരുക്കാനുള്ള വഴിയായിട്ട് ഇവർ ഈ ലഹരി മരുന്നിനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഈ കുട്ടികളിൽ പോകുന്ന വഴികൾ തിരിച്ചറിയാതെ രക്ഷിതാക്കൾ ഒരുപക്ഷെ അവരെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നതിൻ്റെ മറ്റൊരു പ്രത്യാഘാതം കൂടിയായിട്ട് ഇതിനെ കാണേണ്ടി വരും. കാരണം നമ്മൾ പലപ്പോഴും പങ്കുവച്ചിട്ടുള്ളതാണ് ഇൻസ്റ്റഗ്രാം വഴിയുള്ള ഇപ്പോൾ പോലീസ് നമ്മൾക്ക് തരുന്ന വിവരങ്ങളനുസരിച്ച് 80% ഇത്തരത്തിലുള്ള ബന്ധങ്ങളും ഈ പീഡന പ്രശ്നങ്ങളൊക്കെ വരുന്നതിന് കാരണമാകുന്ന ബന്ധങ്ങളും തുടങ്ങുന്ന ഇൻസ്റ്റഗ്രാം വഴിയുള്ള സൗഹൃദങ്ങൾ വഴി കൂടിയാണ്. അപ്പോൾ ഇതെല്ലാം സ്വയം നിയന്ത്രിക്കുക, അതല്ലെങ്കിൽ ഇത് കുട്ടികളെ തരത്തിലേക്ക് പോകാനുള്ള സാഹചര്യമുണ്ട് എന്ന് മനസ്സിലാക്കി അവർക്ക് ആവശ്യമായ കൗൺസിലിംഗ് നൽകുക, അവരുടെ സംശയങ്ങൾ തീർക്കാൻ എപ്പോഴും കൂടെ നിൽക്കണം. അവരെ കുട്ടികളാണ്, എത്ര മുതിർന്നാലും കുട്ടികളാണ് എന്ന ഒരു കൃത്യമായ ധാരണയോടെ രക്ഷിതാക്കൾ ഇതിൽ കുറേയും കൂടി ശ്രദ്ധ കാണിച്ചേ തീരൂ. കാരണം അനുദിനം വരുന്ന വാർത്തകളും അനുദിനം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ അത് സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെടുന്നതിനേക്കാൾ ശ്രദ്ധിക്കേണ്ടതാണ് നമുക്കൊരാൾ തരുന്ന ഭക്ഷണം എന്ന ഒരു ബോധം. അത് കൃത്യമായി സമൂഹ മാധ്യമങ്ങളുടെ കെണിയെക്കുറിച്ചാണ് അനുമോദ് ഇപ്പോൾ വിശദീകരിച്ചത്. മാത്രമല്ല, ലഹരി നൽകി പെൺകുട്ടികളെ പീഡിപ്പിക്കുന്ന നിരവധി സംഭവങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ മാതാപിതാക്കളുടെ ഒരു ശ്രദ്ധ കുഞ്ഞുങ്ങളുടെ മേൽ ഉണ്ടാകേണ്ടതാണ്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാനുമായുള്ള 3ാം ഘട്ട തെളിവെടുപ്പ് വൈകാതെ നടക്കും. കട്ടിൽ നിന്ന് വീണ് പരിക്കേറ്റെന്ന മൊഴി ഷെമി ആവർത്തിക്കുകയാണ്. സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം മൊഴിയെടുത്തെങ്കിലും വിശദമായ മറുപടി നൽകിയില്ല. പോലീസ് വീണ്ടും ഷെമിയുടെ മൊഴിയെടുക്കും. ഇന്ന് പ്രതിയെ കസ്റ്റഡിയിൽ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. കാമുകിയെയും അനുജനെയും കൊലപ്പെടുത്തുകയും അമ്മയെ ഗുരുതരമായി ആക്രമിക്കുകയും ചെയ്ത അഫാന്റെ വീട്ടിലാണ് പ്രധാനമായും ഇനി തെളിവെടുപ്പ് നടത്തേണ്ടത്. വി വിനോദ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങളുമായി. വിനോദ്, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അഫാന്റെ അമ്മ ഷെമിയുടെ മൊഴിയാണ്. അതായത് അവർ ഈ ഒരു ആരോഗ്യനില മെച്ചപ്പെട്ട് വീട്ടിലെത്തിയെങ്കിലും ഇപ്പോഴും കട്ടിൽ നിന്ന് വീണ് പരിക്കേറ്റെന്ന് പറയുന്നു. മകനെ, ഈ അഫാനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു അമ്മയുടെ ശ്രമമായി ഇതിനെ കണ്ടാൽ മതിയോ, അതോ ഈ അക്രമ സംഭവങ്ങളെക്കുറിച്ച് ഷെമിക്ക് ഓർമ്മയില്ലാത്തതാണോ? പോലീസിൻ്റെ ഇനിയുള്ള നീക്കങ്ങൾ എന്തായിരിക്കും? ഷെമിയുടെ മൊഴി ഉടൻ തന്നെ രേഖപ്പെടുത്തുമോ? അതോടൊപ്പം 3ാം ഘട്ട തെളിവെടുപ്പ് കൂടി നടത്തേണ്ടതുണ്ടല്ലോ. ഇന്ന് തന്നെ അഫാനെ കസ്റ്റഡിയിൽ ലഭിക്കുമോ? ടോം, ഈ 3ാം ഘട്ട തെളിവെടുപ്പ് അത് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 3ാം ഘട്ടവും ഏറ്റവും ഒടുവിലത്തെയും തെളിവെടുപ്പ് നടപടികളാണ് ഇനി പൂർത്തിയാകാനുള്ളത്. നേരത്തെ പിതാവിൻ്റെ ഉമ്മയെ കൊന്ന സ്ഥലത്ത് ആ വീട്ടിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരുന്നു. താഴെപ്പാങ്ങോടാണ് ആ വീടുണ്ടായിരുന്നത്. പിന്നീട് പിതാവിൻ്റെ ജ്യേഷ്ഠനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അവരുടെ വീട്ടിൽ കൊലപ്പെടുത്തി. അവിടെയും തെളിവെടുപ്പ് പൂർത്തിയാക്കി. ഇനിയുള്ളത് പ്രതിയുടെ സ്വന്തം വീടാണ്. എന്നാൽ തെളിവെടുപ്പിനായി നേരത്തെ തന്നെ പ്രതിയെ അവിടേക്ക് കൊണ്ടുവന്നിരുന്നു. മറ്റ് FIRകളുടെ ഭാഗം, അതായത് കൊലപാതകം നടത്തിയ ശേഷം വീട്ടിലേക്ക് വരികയും പിന്നെയും വീട്ടിൽ നിന്ന് പോയി കൊലപാതകങ്ങൾ നടത്തിയും ബാറിൽ പോയി എന്നത് അടക്കമുള്ള മൊഴികൾ ഉണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പേരുമലയിലെ സ്വന്തം വീട്ടിൽ നേരത്തെ തന്നെ തെളിവെടുപ്പ് നടത്തിയിരുന്നു. എന്നാൽ ഈ FIRമായി ബന്ധപ്പെട്ട് 3ാമത്തെ കേസാണ്. അത് കാമുകിയെയും അനുജനെയും കൊലപ്പെടുത്തിയ കേസാണ്. അമ്മയെ ഗുരുതരമായി തലക്കടിച്ച് പരിക്കേൽപ്പിച്ച കേസാണ്. ആ കേസിൻ്റെ FIRലാണ് ഇനി സ്വന്തം വീട്ടിൽ വീണ്ടും ഒരിക്കൽ കൂടി തെളിവെടുപ്പ് നടത്തേണ്ടത്. അത് ഈ 3ാമത്തെ കേസുമായി ബന്ധപ്പെട്ട് അത് അടുത്ത ദിവസം കസ്റ്റഡി അപേക്ഷ ഇന്ന് പരിഗണിച്ച് പ്രതിയെ കസ്റ്റഡിയിൽ ലഭിച്ചാൽ ചോദ്യം ചെയ്യൽ ഇന്ന് തന്നെ, തെളിവെടുപ്പ് നാളെയായിരിക്കും. അങ്ങനെ തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കുക. ഇതിനു മുൻപ് തന്നെ ഈ ആയുധം വാങ്ങിയ സ്ഥലത്തും ഇരവിഷം വാങ്ങിയ സ്ഥലം, സ്വർണം പണയം വെച്ച ധനകാര്യ സ്ഥാപനം, ഇവിടങ്ങളിലെല്ലാം തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരുന്നു. ഈ കേസ് തെളിവെടുപ്പിൻ്റെ കാര്യത്തിൽ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. പക്ഷേ അന്വേഷണ സംഘത്തെ ഇപ്പോഴും
വലയ്ക്കുന്ന ഒരു കാര്യം ഷെമിയുടെ മൊഴികളാണ്. ആവർത്തിച്ച് മൊഴി നൽകുന്നത് കട്ടിലിൽ നിന്ന് വീണ് തനിക്ക് പരിക്കേറ്റു എന്നാണ് പ്രതിയുടെ അമ്മ വീണ്ടും വീണ്ടും അന്വേഷണ സംഘത്തോട് പറയുന്നത്. ഇളയ മകൻ്റെ അടക്കം കൊലപാതക വിവരം ഷെമിയെ നേരത്തെ അറിയിച്ചിരുന്നു. ഡോക്ടർമാരുടെ സാന്നിധ്യത്തിലാണ് അറിയിച്ചത്. വളരെ വൈകാരികമായാണ് ഇതിനോട് ഷെമി പ്രതികരിച്ചതും വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. കാരണം കൊലപാതകം നടന്ന വീടായിരുന്നു. ബന്ധുക്കൾക്ക് അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. കാരണം ഇവർ വരുത്തിവെച്ച സാമ്പത്തിക ബാധ്യതകളെ ചൊല്ലി കുടുംബത്തിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അങ്ങനെയാണ് മറ്റൊരു സംരക്ഷണ കേന്ദ്രത്തിലേക്ക് ഷെമിയെ മാറ്റുന്നത്. പക്ഷേ ഈ നിമിഷം വരെ മകനെ കുറ്റപ്പെടുത്തുന്ന, മൂത്ത മകനെ കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ളൊരു മൊഴി ഷെമിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. ഈ വീഴ്ചയിൽ ഇങ്ങനെ പരിക്കേൽക്കുമോ എന്ന് അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസത്തെ മൊഴിയെടുപ്പിലും ആവർത്തിച്ചപ്പോൾ കട്ടിലിൽ നിന്ന് വീണു, വീണ്ടും താൻ തറയിലേക്ക് വീഴുന്ന സാഹചര്യമുണ്ടായി. അതായത് തുടരെ തറയിൽ വീണു എന്ന കാര്യമാണ് പറയുന്നത്. സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇവർക്ക് 70 ലക്ഷം രൂപയുടെ ബാധ്യത ഉണ്ടായിരുന്നതായാണ് മനസ്സിലാക്കുന്നത്. അന്വേഷണത്തിൽ ഏറെക്കുറെ ഈ തുകയുടെ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു. ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ കൃത്യമായ മറുപടികൾ നൽകുന്നുമില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ അവർ പറയുന്നുണ്ട്. മാത്രമല്ല വിശപ്പ് പോലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് അതിൽ കൃത്യമായൊരു മറുപടി നൽകുന്നില്ല. ഇപ്പോഴും അവരുടെ ആരോഗ്യനില തൃപ്തികരമല്ല. അതുകൂടി നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. അവർ ഇങ്ങനെ മൊഴി നൽകുമ്പോൾ തന്നെ പൂർണ്ണമായും അവർ ആരോഗ്യവതിയായിട്ടില്ല. ശാരീരികമായും മാനസികമായും ഇത്തരമൊരു സാഹചര്യത്തെ അഭിമുഖീകരിക്കാൻ കഴിയുന്ന നിലയിലേക്ക് ഷെമി എത്തിയിട്ടില്ല എന്നൊരു വസ്തുത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ അവരുടെ ഒരു മാനസികാവസ്ഥ കൂടി പരിഗണിച്ചാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. കൂടുതൽ മെച്ചപ്പെടുന്ന നിലയ്ക്ക്, കൂടുതൽ ആരോഗ്യവതിയാകുന്ന നിലയ്ക്ക് പിന്നീട് വിശദമായി മൊഴി രേഖപ്പെടുത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന് ഇനി മുന്നിലുള്ള കാര്യം 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കുക എന്നതാണ്. ഈ കേസിൽ പ്രതി തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് കുറ്റം സമ്മതിക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ കൊലപാതകങ്ങൾ താൻ നടത്തി എന്ന് പറയുന്ന കാര്യമുണ്ട്. അവിടുത്തെ തന്നെ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് പ്രതി ഒളിവിൽ പോവുകയോ പ്രതിയെ കണ്ടെത്താൻ നാട് മുഴുവൻ പരക്കം പായുകയോ ചെയ്യേണ്ട ഒരു അവസ്ഥ എല്ലാ തെളിവുകളും ഈ കേസിൽ, ഈ കൂട്ടക്കൊല കേസിൽ പോലീസിന്റെ പക്കലുണ്ട്, ദൃശ്യങ്ങളുണ്ട്, കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധങ്ങളൊക്കെ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, പ്രതിയുടെ മൊഴിയുണ്ട്. പക്ഷേ ഇവിടെ ഈ ഷെമിയുടെ മൊഴി കേസിൽ ഏതെങ്കിലും രീതിയിൽ തിരിച്ചടിയാകുമോ വിനോദ്? ടോം, അങ്ങനെ കരുതുന്നില്ല. കാരണം ഈ ആയുധം വാങ്ങിയ കടയിലെ ജീവനക്കാർ പ്രതിയെ തിരിച്ചറിയുന്നു. വിഷം വാങ്ങിയ സ്ഥലം ധനകാര്യ സ്ഥാപനത്തിൽ, അതായത് വാപ്പയുടെ ഉമ്മയെ കൊലപ്പെടുത്തി ആ സ്വർണം കൊണ്ട് പണയം വെച്ച സ്ഥാപനം, അവിടുത്തെ ജീവനക്കാർ പ്രതിയെ തിരിച്ചറിയുന്നുണ്ട്. ഏറ്റവും പ്രധാനം CCTV ദൃശ്യങ്ങൾ തന്നെയാണ്. പുതിയ നിയമം അനുസരിച്ച് നേരത്തെ സെക്കൻഡറി എവിഡൻസ് ആയാണ് ഈ ഇലക്ട്രോണിക്സ് സംബന്ധമായ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള CCTVയോ മറ്റ് മൊബൈൽ ഫോണിൻ്റെയോ ഒക്കെ വിവരങ്ങളോ ഒക്കെ ശേഖരിച്ചാൽ അത് സെക്കൻഡറി എവിഡൻസ് എന്ന നിലയ്ക്കായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് അതെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട തെളിവുകളാണ്. ഏറ്റവും ബലമുള്ള തെളിവുകളായി ഈ കേസിൻ്റെ ഒരു തുടർ നീക്കത്തിൽ മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രേഖകളെല്ലാം കേസിനെ ബലപ്പെടുത്തുന്ന കാര്യമാണ്. മാത്രമല്ല പ്രതി നടത്തിയ മൊഴി, അല്ലെങ്കിൽ പോലീസിൽ വന്ന് നടത്തിയ ഏറ്റുപറച്ചിൽ, അത് താനിങ്ങനെ 6 പേരെ കൊലപ്പെടുത്തിയെന്നാണ് പറയുന്നത്. അതിൽ മാതാവ് കൂടി കൊല്ലപ്പെട്ടു എന്ന് പ്രതി കരുതുന്നുണ്ട്. പക്ഷേ മറ്റുള്ളവർ 5 പേർ മരിക്കുകയും ചെയ്തു. ആ പ്രതി പറയുന്ന എണ്ണം ശരിയാണ്. പറഞ്ഞ സ്ഥലങ്ങൾ, വിവിധ ഇടങ്ങളിലായാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് പറയുന്നു. ഇതെല്ലാം ശരിയായ കാര്യമാണ്. അതിനുള്ള മോട്ടീവ് അതും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. കാരണം സാമ്പത്തിക ബാധ്യതയാണ്. ഒരു തൊഴിലും ഉണ്ടായിരുന്നൊരു ചെറുപ്പക്കാരനല്ല. മാതാവിന് പ്രത്യേകിച്ചൊരു ജോലി ഉണ്ടായിരുന്നില്ല. പിതാവിനാകട്ടെ ഈ പറയുന്ന തരത്തിൽ വലിയ ബാധ്യത ഇല്ലായിരുന്നെങ്കിലും അദ്ദേഹത്തിന് അവിടെ പ്രതിസന്ധി ഉണ്ടായിരുന്നു. വിദേശത്ത് അദ്ദേഹത്തിൻ്റെ തൊഴിൽപരമായ പ്രതിസന്ധി അദ്ദേഹം നേരിട്ടിരുന്നു. അത് അദ്ദേഹം പറയുന്നുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ബൈറ്റിൽ അദ്ദേഹം അത് കൃത്യമായി പറയുന്നുമുണ്ട്. നാട്ടിൽ വീട്ടുകാർക്ക്, അല്ലെങ്കിൽ കുടുംബത്തിന് ഇത്രയും മാത്രം കടമുണ്ടായിരുന്ന കാര്യം തനിക്ക് അറിയില്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ശരിയുമാണ്. കാരണം 8 വർഷത്തോളം അദ്ദേഹം വിദേശത്തായിരുന്നു. പ്രതിസന്ധി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇവിടേക്ക് വരാൻ കഴിഞ്ഞിരുന്നില്ല. ഷെമി സ്വന്തം നിലയ്ക്ക് ഇവിടെ ചിട്ടി നടത്തുകയും പലരിൽ നിന്നായി വലിയ തുകകൾ കടം വാങ്ങുകയും ചെയ്തിരുന്നു. അതിൽ മറ്റൊരു കേസ് കൂടി എടുക്കുന്നുണ്ട്. അത് ഈ സാമ്പത്തികമായ കാര്യങ്ങളാണ്. മീറ്റർ പലിശ പോലുള്ള തുക ഇവർക്ക് നൽകി ഇവരെ സമ്മർദ്ദത്തിലാക്കി എന്നൊരു വസ്തുത കൂടി നിൽക്കുന്നുണ്ട്. വലിയ തുകകൾ നൽകുകയും അതിന് ഭീമമായ പലിശ ഈടാക്കുകയും ചെയ്ത ആളുകളുണ്ട്. അവരുടെ പട്ടികയും പോലീസിൻ്റെ കയ്യിലുണ്ട്. അതിന് പ്രത്യേകിച്ചൊരു കേസും അതിൻ്റെ നടപടികളുമായി ഈ അന്വേഷണ സംഘം മുന്നോട്ട് പോകും. പക്ഷേ ഈ കൊലപാതക കേസിൽ പ്രതിയെ ശിക്ഷിക്കാൻ ആവശ്യമായ തരത്തിലുള്ള തെളിവുകളെല്ലാം തന്നെ അന്വേഷണ സംഘം
ശേഖരിച്ചിട്ടുണ്ട്. ഈ CCTV ദൃശ്യങ്ങളിൽ ബൈക്കിൽ യാത്ര ചെയ്ത് പോകുന്നതും അതടക്കമുള്ള കാര്യങ്ങൾ എല്ലാ ഇടങ്ങളിൽ നിന്നുമുള്ള ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ബാറിലെത്തിയതിന് തെളിവുണ്ട്. അത് കുറ്റസമ്മത മൊഴിയായി പ്രതി തന്നെ നൽകിയിട്ടുള്ള കാര്യമാണ്. വീട്ടിലെത്തി കയ്യിൽ കരുതിയിരുന്ന മദ്യം വീണ്ടും ഉപയോഗിക്കുകയും അവിടെ സിഗരറ്റ് വലിക്കുകയും അനുജനെ ഓട്ടോയിൽ കയറ്റി ഹോട്ടലിലേക്ക് വിടുകയും ചെയ്തു. അത് ആ സമയം കൊണ്ട് ആ ഒരു ഇടവേളയിൽ കാമുകിയെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ സാഹചര്യ തെളിവുകൾ, ഈ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മൊഴി, ഹോട്ടലിലെ തൊഴിലാളികളുടെ മൊഴി, ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് സമഗ്രമായ ഒരു കുറ്റപത്രം തന്നെയാകും ഉണ്ടാവുക. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രോസിക്യൂഷൻ നടപടികൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ കേസിൽ ഏതെങ്കിലും തരത്തിൽ പ്രതിക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാവുന്ന നിലയില്ല. അത് മാതാവ് ഒരുപക്ഷെ പുത്രസ്നേഹം കൊണ്ട് ഇങ്ങനെ പറയുന്നതാകാം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആവർത്തിച്ച മൂത്ത മകനെ കാണണമെന്ന് പോലും അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുതന്നെയാണ് പോലീസും കരുതുന്നത്. ഈ അമ്മയ്ക്ക് ഷെമിക്ക് മകനോടുള്ള സ്നേഹം കാരണം ഒരുപക്ഷെ പറയുന്നതായിരിക്കാം ഇതുപോലുള്ള മൊഴികൾ കട്ടിൽ നിന്ന് വീണ് പരിക്കേറ്റതാണെന്ന്. പക്ഷേ എല്ലാ തെളിവുകളും ഈ കേസിൽ പോലീസിന്റെ പക്കലുണ്ട്. ഇനി മൂന്നാം ഘട്ട തെളിവെടുപ്പിലേക്ക് കടക്കുകയാണ്. ഇന്ന് തന്നെ പ്രതി അഫാനെ കസ്റ്റഡിയിൽ കിട്ടുമെന്നാണ് പോലീസും കണക്ക് കൂട്ടുന്നത്. എറണാകുളത്ത് വീട്ടമ്മയ്ക്ക് നേരെ ഗുണ്ടാക്രമണം. ആ വാർത്തയിലേക്ക് എത്താം ഇടവേള കഴിഞ്ഞ്. എറണാകുളത്ത് വീട്ടമ്മയ്ക്ക് നേരെ ഗുണ്ടാക്രമണം. വല്ലാർപാടം പനമ്പുകാട് ഫാം ഉടമ പോൾ പീറ്ററുടെ ഭാര്യ വിന്നിയെയാണ് മുഖംമൂടി ധരിച്ചെത്തിയ ഗുണ്ടകൾ മർദ്ദിച്ചത്. കമ്പിവടി കൊണ്ടായിരുന്നു ആക്രമണം. പോളിനെ തല്ലാൻ വന്ന ഗുണ്ടകളാണ് ഭാര്യ വിന്നിയെ ആക്രമിച്ചതെന്നാണ് നിഗമനം. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ആജ്ഞ, ഈ വീട്ടമ്മയെ ഇതേ രീതിയിൽ വീട്ടമ്മയ്ക്ക് നേരെ ഗുണ്ടാക്രമണം ഉണ്ടാകാനുള്ള കാരണം എന്തായിരിക്കും? ഈ ഫാമുമായി ബന്ധപ്പെട്ട് ക്ഷമിക്കട്ടെ, ഇപ്പോൾ ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, ഈ ഫാം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണോ ആക്രമണത്തിന് കാരണമായത്? ടോം, നിലവിൽ ഇതാണ് അവർ ആക്രമണത്തിന് പിന്നിലെന്ന് പറയുന്നത്. ഈ ഫാം തുടങ്ങിയപ്പോൾ മുതൽ വൈപ്പിൻ മേഖല കേന്ദ്രീകരിച്ച് ഈ ഫാം തുടങ്ങിയപ്പോൾ മുതലുള്ള പ്രശ്നങ്ങളാണ് എന്ന് പറയുന്നു. ഇവർക്ക് മറ്റൊരു സ്ഥലത്തും ഫാമുണ്ട്. ഇത് തുടങ്ങിയപ്പോൾ മുതൽ ചില ഭീഷണികൾ ഇവർക്കെതിരെ നിലനിന്നിരുന്നു. അത് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് തന്നെ തുടരുകയും ചെയ്യുകയായിരുന്നു. ഇതിനൊടുവിലാണ് ഈ ആക്രമണ സംഭവം ഉണ്ടായത്. ഇന്നലെ ഇവർ രണ്ടുപേരും ഫാം അടച്ച് തിരിച്ചു പോരാൻ ഒരുങ്ങുന്ന സമയത്തായിരുന്നു സംഭവിക്കുന്നത്. രാത്രി 11 മണിയോടുകൂടിയായിരുന്നത്. പീറ്റർ മറ്റൊരു ഫാമിലേക്ക് സാധനങ്ങൾ എടുക്കാൻ നീങ്ങുന്ന സമയത്തേക്ക് വിനിയുടെ സമീപത്തേക്കാണ് ഇവർ മുഖംമൂടി ധരിച്ച് ചിലർ എത്തുകയും ചെയ്തത്. തുടർന്നായിരുന്നു ഇവരിൽ നിന്ന് മർദ്ദനമേൽക്കേണ്ടി വന്നത്. ഇവരുടെ തലയ്ക്ക് പൊട്ടലുണ്ട്, 11 സ്റ്റിച്ചിട്ടുണ്ട്, കൈക്ക് 2 പൊട്ടലുണ്ട്. സ്വകാര്യ ആശുപത്രിയിൽ ICUവിൽ കഴിയുകയാണ്. ഇവർ പറയുന്നത് ഇവർക്ക് നേരെ ഒരു വലിയ രീതിയിലുള്ളൊരു ആക്രമണ സംഭവത്തിലേക്ക് മുതിരുകയായിരുന്നു. കഴിഞ്ഞ കുറച്ച് നാളായി തുടരുന്ന തർക്കമാണ് ഈ രീതിയിലേക്ക് സംഘർഷത്തിലേക്ക് അടക്കം എത്തിച്ചത് എന്ന് പറയുന്നു. പോലീസ് ഇത് സംബന്ധിച്ച് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ലഹരി മാഫിയ അടക്കം ഈ മേഖലയിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഒപ്പം ചില രാഷ്ട്രീയ ബന്ധങ്ങൾ കൂടി ഇത്തരം കാര്യങ്ങൾക്ക് പറയുന്നുണ്ട്. ചിലരിൽ നിന്ന് ഭീഷണി നേരിട്ടതായും അടക്കമുള്ള കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ച് കുറച്ചുകൂടി ആധികാരികതയും, കാരണം ഈ മറ്റ് ആരുടെങ്കിലും ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്നാണ് പോലീസ് പറയുന്നത്. നിലവിൽ ആരുടെങ്കിലും സ്വാധീനത്തിന് വഴങ്ങിയ ഒരു അക്രമ സംഭവത്തിലേക്ക് പോയതായിട്ട് പോലീസ് പറയുന്നില്ല. പക്ഷേ ഇതിൽ വളരെ ബോധപൂർവമായി കരുതിക്കൂട്ടി നടന്ന ആക്രമണ സംഭവമാണ് എന്നത് ഉറപ്പിക്കാം. കാരണം മുഖംമൂടി ധരിച്ചെത്തിയവരാണ് ഈ സംഭവത്തിന് പിന്നിലെന്ന് പറയുന്നു. ഈ ഫാം നടത്തിപ്പുമായി ബന്ധപ്പെട്ട്, ചെമ്മീൻ കെട്ടുമായി ബന്ധപ്പെട്ട് ഈ ഫാം ഉടമ പോളും പ്രാദേശിക CPM പ്രവർത്തകരും തമ്മിൽ ചില തർക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണല്ലോ. അതൊരു പക്ഷേ ഈ ആക്രമണത്തിന് കാരണമായിട്ടുണ്ടോ? ഇത് സംബന്ധിച്ച പോലീസ് കൃത്യമായ ഒരു അന്വേഷണം നടത്തുകയാണ്. കാരണം പ്രാദേശിക CPM നേതൃത്വവുമായിട്ട് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു, ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ കുടുംബം ആ കാരണങ്ങൾ അടക്കം സംശയിക്കുന്നുണ്ട്. കാരണം ഇവരാണ് ഈ അക്രമ സംഭവത്തിന് പിന്നിലെന്ന് അടക്കമുള്ള സംശയങ്ങൾ ഇവർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തതയിലേക്ക് വരണം. കാരണം ഇവരുടെ അറിവോടുകൂടിയാണ് അവരുടെ നിർദ്ദേശപ്രകാരമാണോ ഈ അക്രമ സംഭവം നടന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതിൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരിട്ട് അവർക്ക് ഒരു പങ്കുള്ളതായി ഈ ഒരു ഘട്ടത്തിലേക്ക് പോലീസ് അത് പറയുന്നില്ല. പക്ഷേ ഇത് സംബന്ധിയായ കാര്യങ്ങൾ ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് ഉറപ്പുവരുത്തേണ്ടതും ചെയ്യേണ്ടതുണ്ട്. കാരണം ഈ
സംഭവത്തിൽ ഉൾപ്പെട്ടവർ ആരാണ്, ഈ അക്രമം നടത്തിയവർ എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്ത് വരേണ്ടതുണ്ട്. ഇതിൽ കൂടുതൽ അന്വേഷണം നടത്തുകയാണ്. എന്തായാലും പ്രാദേശികമായി നിന്നിരുന്ന ചില വിഷയങ്ങൾ തന്നെയാണ് ഈ ഒരു അക്രമ സംഭവത്തിലേക്ക് മാറിയതെന്നത് സംബന്ധിച്ച പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അത് ഫാം തുടങ്ങിയതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളാണ്. ഇവർ ഈ ഫാം തുടങ്ങിയ സമയത്ത് തന്നെയും പ്രാദേശികമായി ചിലരുമായിട്ടുള്ള തർക്കങ്ങൾ നിലനിന്നിരുന്നു. അത് ഈ രീതിയിലേക്ക് വഷളാകുകയായിരുന്നു എന്നതാണ് പോലീസ് പറയുന്നത്. കുടുംബം ആരോപിക്കുന്നത് പോലെ രാഷ്ട്രീയപരമായി ഈ പ്രാദേശിക CPM നേതൃത്വവുമായി അടക്കമുള്ള ചില അസ്വാരസ്യങ്ങൾ ഈ സംഘർഷത്തിന് പിന്നിലുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ പരിശോധനകൾ വേണ്ടിവരും. കൂടുതൽ കാര്യങ്ങൾ അവർ ആരെങ്കിലും നിയോഗിച്ചിട്ടുണ്ടോ, അവരുടെ നിർദ്ദേശപ്രകാരമാണോ ഈ അക്രമം നടത്തിയതെന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച ശേഷം വ്യക്തമാക്കാമെന്നതാണ് പോലീസ് പറയുന്നത്. ടോം. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളത്താണ് വീട്ടമ്മയ്ക്ക് നേരെ ഗുണ്ടാക്രമണം ഉണ്ടായത്. കൊല്ലം കടക്കലിൽ മകൻ താമസിച്ചിരുന്ന വീട് അമ്മ തീയിട്ട് നശിപ്പിച്ചു. കടക്കൽ സ്വദേശി വിമലയാണ് മകന്റെ വീടിന് തീയിട്ടത്. മകൻ ദിനുവും കുടുംബവും വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കണമെന്ന് വിമല പലതവണ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ താമസിക്കാൻ അവകാശമുണ്ടെന്ന് കാട്ടി കുടുംബം കോടതി ഉത്തരവ് വാങ്ങിയതിന്റെ വിരോധമാണ് വീടിന് തീയിടാൻ കാരണമെന്നാണ് ആരോപണം. ഒരു 6-7 മണിയായ സമയത്ത് ഞാൻ പാർട്ടിയൊന്നും ഞാൻ എടുത്ത് പറയില്ല, കുറച്ച് വ്യക്തികളെ മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അവർ വന്നിട്ട് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല, ഞങ്ങളെ ഈ വീട്ടിൽ പിന്നെ എനിക്ക് അവരുടെ അറിയുന്ന ഒരു സ്ത്രീയുടെ പേരാണ് പിങ്കി എന്ന് പറഞ്ഞിട്ട്, അവരുടെ ഒഫീഷ്യൽ നെയിം എന്തെന്ന് എനിക്ക് അറിയുന്നില്ല. ഒരു ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ മകനും ഒരു മകളുണ്ട് അരുണിമ, അവരും അവരുടെ വൈഫും. അവർക്കാണ് സത്യത്തിൽ നമ്മളെ ഇറക്കാനുള്ള ആവശ്യം കൂടുതൽ. കാരണം ഒരു മകനല്ലേ ഉള്ളൂ. ആ ഒരാൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ എന്തുകൊണ്ടും നമുക്ക് കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിക്കാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. ബാക്കി നമ്മൾ ആവശ്യപ്പെടുന്നത് നമുക്ക് കുഞ്ഞുങ്ങളെയും കൊണ്ട് കിടക്കാനൊരു സ്ഥലമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. വീടിന്റെ എല്ലാ ഭാഗവും പൂർണ്ണമായും കത്തി നശിച്ചു. കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാനോ മറ്റൊന്നിനോ ഒന്നും പറ്റുന്നൊരവസ്ഥയിലേക്കല്ല കാര്യങ്ങൾ. നമ്മൾ പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങിച്ച് 2 വീടുണ്ട്. ഈ 2 വീട്ടിലത്തേക്കും ഒരു വീട്ടിലേക്ക് 2018 അവർ ഓർഡർ വാങ്ങിച്ചിട്ട് ഞങ്ങളെ കയറാൻ അനുവദിച്ചിട്ടില്ല. ഒരുപാട് പ്രാവശ്യം ഇവരെന്നെ ശാരീരികമായി ഇവരെന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. അത് ഇതിനു മുമ്പ് ഇവിടെ ഇരുന്ന ആൾക്കാർക്കൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോഴും ഞങ്ങൾ വീണ്ടും പ്രശ്നങ്ങൾ വേണ്ടാന്ന് കരുതി ഞങ്ങൾ മാറിക്കൊടുക്കുന്നുണ്ട്. മാറുന്നതനുസരിച്ച് അവർക്കതൊരു എളുപ്പമായി പൊക്കോണ്ടിരുന്നു. വിനീഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. വിനീഷ്, ഒരമ്മയുടെ ക്രൂരതയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സാധാരണ നമുക്കറിയാം, മക്കൾ വൃദ്ധ മാതാപിതാക്കളെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ മാതാപിതാക്കൾ താമസിക്കുന്ന വീടിന് തീയിടുന്ന സംഭവങ്ങളൊക്കെ പലയിടത്തു നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലുള്ളൊരു വാർത്ത ഈ സമീപകാലത്ത് നമ്മൾ കേൾവിയില്ലാത്തതാണ്. ഈ കടക്കൽ സ്വദേശിനി വിമലയാണ് ആക്രമിച്ചതെന്ന് ഇവർ പരാതിയിൽ പറയുന്നുണ്ട്. പോലീസ് കേസെടുത്തിട്ടുണ്ടോ? ഇതിന്റെ കാരണം, ഈ വീടിന് ഇങ്ങനെ തീയിടാനുള്ള കാരണം എന്തായിരിക്കും? ബിനുവിന്റെ അമ്മ വിമല, അവരുടെ ഉടമസ്ഥയിലുള്ള വീടാണ്. അവർക്ക് 2 വീടാണ് ഉള്ളത്. ഇതിലെ ഒരു വീട്ടിലാണ് ബിനുവും ഭാര്യ അഞ്ജലിയും 2 കുട്ടികളടങ്ങുന്ന കുടുംബം താമസിച്ചു വന്നിരുന്നത്. അപ്പോൾ നിലവില് ഈ ബിനു അഞ്ജലി വിവാഹം കഴിച്ചതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഈ അമ്മയുമായിട്ട് ഉണ്ടായിരുന്നു. അതിൽ ചില വിരോധങ്ങൾ ഉണ്ടായിരുന്നു. തുടർന്ന് ഈ അഞ്ജലിയുടെ മൊഴിയിൽ തന്നെ പറയുന്നുണ്ട്, നിരവധി തവണ വിമല അഞ്ജലി ഉപദ്രവിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ചില കേസുകൾ സ്റ്റേഷനിൽ നിലനിൽക്കുന്നുണ്ട്. സ്റ്റേഷനിൽ ഇവരെ വിളിച്ചു വരുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ഈ കേസിന് സമാനമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. കൊല്ലം കടക്കലിൽ ഈ മകൻ താമസിച്ചിരുന്ന വീടിന് നേരെ ഈ അമ്മ തീയിടുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസിൽ ലഭിച്ച പരാതി. സംഭവത്തിൽ കടക്കൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇരുവരെയും വിളിച്ചു വരുത്തി 2 പേരുടെയും മൊഴി രേഖപ്പെടുത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തിയ സമയത്ത് തന്നെ ഈ വിമല ബോധക്ഷയം ഉണ്ടായി വീഴുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ അവരെ ആശുപത്രിയിൽ പ്രവേശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും കടക്കൽ പോലീസ് സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരുടെയും ഭാഗത്തു നിന്ന് ആ പരാതി സ്വീകരിച്ച് കേസെടുത്തായിട്ടാണ് നമുക്ക് അറിയുന്നത്. ഇപ്പോൾ ഈ വിമലയ്ക്കൊപ്പം വീട് ആക്രമിക്കാൻ, തീയിടാൻ മറ്റു ചില സംഘങ്ങൾ കൂടി ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അവർക്കൊരു വീടുണ്ട്, വിമലയ്ക്ക് ഒരു വീടുണ്ട്, മകന് താമസിക്കാൻ വീടില്ല. അവിടെ താമസിക്കുന്നതിൽ എന്താണ് ഒരു കുഴപ്പം? ഇത് മറ്റാരുടെയെങ്കിലും താല്പര്യങ്ങളാണോ ഇതുപോലുള്ള സംഭവങ്ങൾക്ക് കാരണമാകുന്നത്? നിലവിലെ ഇവരുടെ മൊഴിയിൽ ചില ആൾക്കാർ ഇതിൽ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ടോം. എന്നാലും ഇതിൽ ഈ ദിനു കൃത്യമായി പറയുന്നുണ്ട്. ദിനു മറ്റൊരു ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീ, ഒരു യുവതിയാണ് വിവാഹം കഴിച്ചത്, അഞ്ജലി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ അമ്മയ്ക്ക് ചില മാനസികമായിട്ട്
ചില വിരോധങ്ങൾ ഉണ്ടായിരുന്നു. തുടർന്ന് അങ്ങനെയാണ് മകനെ വീട്ടിൽ നിന്നും ഇറക്കി വിടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായതെന്ന് പറയുന്നത്. പക്ഷേ ഈ അമ്മയുടെ ഉടമസ്ഥയിലുള്ള വീട്ടിൽ ഈ കുടുംബത്തിന് താമസിക്കാൻ നിയമപരമായിട്ട് അവകാശമുണ്ട് എന്നുള്ള കോർട്ട് ഓർഡർ ഇവർ നേടിയിട്ടുണ്ടായിരുന്നു. ഈ കോർട്ട് ഓർഡറുമായിട്ടാണ് ഇവരുടെ വീട്ടിൽ താമസമാക്കിയത്. പക്ഷേ അമ്മ ഇതൊന്നും മുഖവിലക്കെടുക്കാൻ തയ്യാറായില്ല എന്നാണ് ഈ ബിനുവിന്റെ പരാതിയിൽ പറയുന്നത്. അങ്ങനെ കഴിഞ്ഞ ദിവസം ബിനുവും കുടുംബവും വീട്ടിലില്ലായിരുന്ന സമയത്താണ് വീട്ടിൽ ഈ തീയിട്ട സാഹചര്യം ഉണ്ടായത്. ഈ തീയിട്ടപ്പോൾ തന്നെ വീട്ടിലുള്ള എല്ലാ ഉപകരണങ്ങളും അടക്കം കത്തുന്ന സാഹചര്യമാണ് ഉള്ളത്. ടോം, എന്തായാലും പോലീസ് ഈ ഒരു കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. വ്യക്തമാണ്. എസ് വിനീഷാണ് കൊല്ലം കൊട്ടാരക്കരയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കളമശ്ശേരിയിൽ കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ കൂടുതൽ അറസ്റ്റിന് സാധ്യത. ഇന്നലെ പിടിയിലായ പോളിടെക്നിക് 3ാം വർഷ വിദ്യാർത്ഥി അനുരാജിന് കഞ്ചാവ് എത്തിച്ച ഇതര സംസ്ഥാന തൊഴിലാളിയുടെ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. അനുരാജ് കഞ്ചാവ് വാങ്ങാനായി ഗൂഗിൾ പേ വഴി പണം നൽകിയതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കളമശ്ശേരിയിൽ ഇന്നലെ പിടിയിലായ അനുരാജ് ഇതര സംസ്ഥാന തൊഴിലാളിയുടെ പക്കൽ നിന്നും 4 കിലോ കഞ്ചാവ് വാങ്ങിയിരുന്നുവെന്നാണ് വിദ്യാർത്ഥികളുടെ മൊഴി. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ആജ്ഞ, ഇവിടെ 4 കിലോ കഞ്ചാവ് ഈ അനുരാജ് വാങ്ങിയതായി പറയുന്നുണ്ട്. അതിൽ 2 കിലോ മാത്രമാണ് പോലീസിന് കണ്ടെടുക്കാൻ കഴിഞ്ഞത്. ബാക്കി 2 കിലോ എവിടെ പോയി എന്ന് കണ്ടെത്തണം. ഈ അനുരാജിന് കഞ്ചാവ് എത്തിച്ചു നൽകിയ ഇതര സംസ്ഥാന തൊഴിലാളികൾ ആരാണെന്ന് അറിയേണ്ടതുണ്ട്. സ്ഥിരം ഇടപാട് അവിടെ ഉണ്ടോ എന്ന് മനസ്സിലാക്കണം. കൂടുതൽ അറസ്റ്റിന് സാധ്യതയുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ടല്ലോ. ആരൊക്കെ ലക്ഷ്യമിട്ടാണ് പോലീസിന്റെ നീക്കങ്ങൾ? ടോം, ഇതുമായി ബന്ധപ്പെട്ട 6 പേരാണ് ഇപ്പോൾ അറസ്റ്റിലുണ്ടായത്. ഇതിൽ 2 പേര് കയ്യിലിരുന്ന കഞ്ചാവിന്റെ അളവ് കുറവായതുകൊണ്ട് മാത്രം സ്റ്റേഷൻ ജാമ്യത്തിൽ പോലീസ് വിട്ടയക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ ബാക്കിയുള്ള 4 പേരും ഈ കോളേജിൽ, ഈ ക്യാമ്പസിൽ വലിയൊരു ഗ്യാങ്ങിന് ലീഡ് ചെയ്യുന്ന ആളുകളായിരുന്നു എന്ന് തന്നെയാണ് പോലീസിന്റെ കണ്ടെത്തൽ. അത് മാത്രമല്ല, ടോം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ ഒടുവിൽ അറസ്റ്റിലായ അനുരാജ് എന്നയാളാണ് കൂടുതലും പണപ്പിരിവ് നടത്തിയത് അയാളാണ്. അത് മാത്രമല്ല, കഞ്ചാവ് വാങ്ങുന്നതിനായി അനുരാജിന്റെ അക്കൗണ്ടിൽ നിന്നും ഗൂഗിൾ പേ വഴി ആലുവ സ്വദേശിയായ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് കണ്ടെത്താനായിട്ടുണ്ട്. ഈ അനുരാജിന് കഞ്ചാവ് നൽകിയിരിക്കുന്ന ആലുവയിൽ താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയത് അവിടെ വെച്ചിട്ടാണ്. ആലുവയിലാണ് അയാൾ താമസിക്കുന്നതെന്നാണ് പോലീസിന് കിട്ടിയിരിക്കുന്ന വിവരം. ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. മാത്രമല്ല, അനുരാജ് വാങ്ങിച്ചിരിക്കുന്നത് 4 കിലോ കഞ്ചാവാണ്. അതിൽ 2 കിലോ മാത്രമേ പോലീസിന് കണ്ടെടുക്കാനായിട്ടുള്ളൂ. ഇത് എവിടെ പോയി എന്നുള്ള അന്വേഷണത്തിലാണ് പോലീസ്. ഈ കളമശ്ശേരിയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെയാണ് ഈ ഒരു അന്വേഷണം ഉണ്ടാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ സെർച്ചിന്റെ അടിസ്ഥാനത്തിൽ ഈ ഇത്ര വലിയ അളവിൽ കഞ്ചാവ് മെൻസ് ഹോസ്റ്റലിൽ നിന്നും കണ്ടെടുക്കുന്ന സാഹചര്യം ഉണ്ടായത് തന്നെ ക്യാമ്പസിലേക്ക് ഇത്തരം ലഹരി ഇടപാടുകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ള ഒരു എൻക്വയറിയുടെ തുടക്കം കൂടിയാണ് എന്ന് പോലീസ് പറയുന്നുണ്ട്. ഇത് തുടർന്ന് ഇവിടെ ഹോസ്റ്റൽ, കളമശ്ശേരി പോളിടെക്നിക് കോളേജിന്റെ ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് കഞ്ചാവ് ഇടപാടുകൾ സ്ഥിരമായി ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതിനുവേണ്ടി, കഞ്ചാവ് വാങ്ങുന്നതിന് വേണ്ടി പണപ്പിരിവും ഉണ്ടായിരുന്നു. അതിന് നേതൃത്വം നൽകിയിരുന്നത് ഏറ്റവും ഒടുവിൽ പിന്നിലായ അനുരാജാണ്. ഈ അനുരാജും പൂർവ്വ വിദ്യാർത്ഥികളായ ആഷിക്കും ഷാലിക്കും അടങ്ങുന്ന സംഘമാണ് ഈ കഞ്ചാവ് ഇടപാടുകൾ നിയന്ത്രിച്ചിരുന്നത് തുടങ്ങിയ വിവരങ്ങളൊക്കെ പോലീസിന് ലഭ്യമായിട്ടുണ്ടല്ലോ, അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ടല്ലോ. അപ്പോൾ അറിയേണ്ടത്, ഇവരെ കൂടാതെ, ഇപ്പോൾ പിടിയിലായവരെ കൂടാതെ ഈ ക്യാമ്പസിനകത്ത് അല്ലെങ്കിൽ ഹോസ്റ്റലിനകത്ത് കൂടുതൽ പേർ ഈ ഒരു ലഹരി ഇടപാടിൻ്റെ കണ്ണികളായിട്ടുണ്ടോ, അതോ അവർ ഉപയോഗിക്കുന്നുവെന്ന് മാത്രമുള്ളോ? ആ രീതിയിലേക്കും അവരിലേക്കും പോലീസിന് അന്വേഷണം നീങ്ങുന്നുണ്ടോ? കൂടുതൽ വിദ്യാർത്ഥികളുടെ മൊഴിയെടുക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ചില വിദ്യാർത്ഥികളുടെ മൊഴിയെടുത്തതിൽ നിന്നും ഇത് ബീഡി വലിക്കുന്നത് തന്നെ കഞ്ചാവ് ഉള്ളിലാക്കിയ ശേഷമാണ്, അതായത് കഞ്ചാവ് നിറച്ച ബീഡിയാണ് വലിക്കുന്നതെന്നുള്ള മൊഴി വരെ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടുണ്ട്. ഇത് ഹോളി ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്ര വലിയ അളവിൽ കഞ്ചാവ് അവിടെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായതെന്ന് പറയുമ്പോഴും ഈ ക്യാമ്പസിൽ, ഈ ഹോസ്റ്റലിൽ ഇത്തരത്തിലൊരു ഗ്യാങ് പ്രവർത്തിച്ചു വന്നിരുന്നു. ഇത് ആവശ്യമുള്ളവർക്ക് കഞ്ചാവ് എത്തിച്ചു കൊടുക്കുന്ന തരത്തിലേക്ക് നീങ്ങിയിരുന്നു. മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ മുൻകൂർ കടമായി കഞ്ചാവ് കൊടുത്ത ശേഷം പണം കളക്ട് ചെയ്യുന്ന രീതിയും അനുരാജ് തുടർന്നു പോന്നിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇവർക്ക് പിന്നിൽ
ഇവർക്കൊപ്പം ഒരു വലിയ ഗ്യാങ് അവിടെയുണ്ട്. ഇനിയും വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്യാനുണ്ട്. ഇനിയും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാർത്ഥികളെ ഉണ്ട് എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അവരെ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. മാത്രമല്ല, ഈ പുറത്തുനിന്നും ഈ ഇതര സംസ്ഥാന തൊഴിലാളി എത്തിച്ച കഞ്ചാവിന്റെ ബാക്കി എവിടെ പോയി എന്നുള്ള ചോദ്യവും, ഇത് മാത്രമേ എത്തിച്ചുള്ളൂ, ഈ 4 കിലോ മാത്രമേ എത്തിച്ചുള്ളൂ തുടങ്ങിയ കാര്യങ്ങളൊക്കെയും ഇനി പോലീസിന് പരിശോധിക്കാറുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ കൊച്ചിയിലെ ഏത് ക്യാമ്പസിൽ നിന്ന് ഇൻഫർമേഷൻ ലഭിച്ചാലും ക്യാമ്പസിൽ കയറി തന്നെ പരിശോധന നടത്തുമെന്നും അന്വേഷണ സംഘം അറിയിക്കുന്നുണ്ട് കേട്ടോ. തീർച്ചയായും കൊച്ചിയിലെ പല ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചും ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ചും ഇതുപോലുള്ള ലഹരി ഇടപാടുകൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം, ഈ സമീപകാലത്ത് വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യം, വിദ്യാർത്ഥി രാഷ്ട്രീയം ഇല്ലാത്ത ക്യാമ്പസുകളിലാണ് ലഹരി മാഫിയെ പിടിമുറുക്കുന്നതെന്നാണ്. പക്ഷേ ഈ കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ എടുത്തു നോക്കിയാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷിച്ചപ്പോൾ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ടവരും ഈ ലഹരി ഉപയോഗിക്കുന്നുണ്ട്, ഇതിൻ്റെ ഇടപാടുകളുടെ ഭാഗമായിട്ടുണ്ട് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ. അവിടെ തന്നെ വിദ്യാർത്ഥി സംഘടനകളുടെ വാദം പൊളിയുന്നുണ്ട്. മാത്രമല്ല, വിദ്യാർത്ഥി ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതുപോലുള്ള കേസുകളിൽ പെടുന്നവരെ, പ്രതികളാകുന്നവരെയും അവരുടെ സംഘടനയിൽ നിന്നും പുറത്താക്കുന്നു. അതിനപ്പുറം ഈ KSU, SFI അല്ലെങ്കിൽ ABVP പോലുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഈ ലഹരിക്കെതിരെ എന്ത് നടപടിയാണ് അവർ സ്വീകരിക്കുന്നത്? പലപ്പോഴും ഈ കേസ്, കളമശ്ശേരിയിലെ കേസ് തന്നെ എടുത്താൽ നമുക്കറിയാം, ആദ്യഘട്ടത്തിൽ ഈ പ്രതികൾ പിടിയിലായപ്പോൾ അവരെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തിയ നേതൃത്വങ്ങളെപ്പോലും കാണാൻ കഴിഞ്ഞല്ലോ. തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം മുഖം രക്ഷിക്കാനുള്ള നടപടികൾ മാത്രമാണോ വിദ്യാർത്ഥി സംഘടനകൾ ചെയ്യുന്നത്? അതായത് ഇപ്പോൾ ആ കേസിൽ പ്രതിയായിട്ടുള്ള അഭിരാജിനെ SFI പുറത്താക്കുന്ന നടപടിയുണ്ടായി. അതിനുശേഷം പിന്നെ KSU ബന്ധം പുറത്തു വരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ ആവുമ്പോഴും ടോം സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട വിദ്യാർത്ഥി നേതാക്കൾ എന്നൊക്കെ ക്യാമ്പസിൽ പറ്റി പറയുമ്പോൾ ഒരു ഇമേജ് അവർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു പൊതുബോധമുണ്ട്, ഇവർ ഇതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ സാമൂഹ്യ തിന്മകൾക്ക് എഗെയിൻസ്റ്റ് ആയിരിക്കും, ക്യാമ്പസിൽ നടക്കുന്ന മറ്റു പ്രവണതകൾക്ക്, റാഗിംഗ് ഉൾപ്പെടെയുള്ള പ്രവണതകൾക്ക് എഗെയിൻസ്റ്റ് ആയിരിക്കും. സ്വാഭാവികമായിട്ടും അത് ലഹരിയും പെടും. ലഹരി ഒരു വലിയ വിപത്തായി നാടിനെ ചൂഴ്ന്നു തിന്നുന്ന ഒരു സാഹചര്യം ഉള്ളപ്പോൾ തന്നെ വിദ്യാർത്ഥി സംഘടനകൾക്ക് അതിന് കൃത്യമായ റോളുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുടെ ഇടയിലേക്കാണ് ഇതൊന്നുമല്ല ഞങ്ങൾ എന്നുള്ള തരത്തിലേക്ക്, അതിനെല്ലാം ആ പൊതുബോധത്തെ മുഴുവൻ പൊളിച്ചെഴുതുന്ന തരത്തിലേക്കാണ് വിദ്യാർത്ഥി സംഘടനയിലെ പല നേതാക്കളും ഇത്തരം കേസുകളിൽ നിന്നും പിടിക്കപ്പെടുന്നതും. അതിനെ തുടർന്ന് ടോം സൂചിപ്പിച്ചതുപോലെ നടപടികളിൽ മാത്രം ഒതുങ്ങുന്ന വിദ്യാർത്ഥി സംഘടനകളും സംഘടനാ നേതാക്കളും എന്നുള്ള കാര്യവും പരിശോധിക്കേണ്ടതുണ്ട്. ഇതിനിടയിൽ എന്ത് അവയർനെസ് ആണ് വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്നും കേരളം അങ്ങോളം ഇങ്ങോളം ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്? അതോ ഇത്തരം ഒരു ഈ കളമശ്ശേരി പോളിടെക്നിക്കിലെ മെൻസ് ഹോസ്റ്റലിൽ നിന്ന് മാത്രം കഞ്ചാവ് പിടിക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഈ വീര്യം മാത്രമേ ഉള്ളോ വിദ്യാർത്ഥി സംഘടനകൾക്ക് എന്നുള്ള കാര്യവും ചോദ്യചിഹ്നമാകുന്നുണ്ട്. കാരണം ഓരോ ക്യാമ്പസുകളിലും ഇത്തരം വിപത്തുകൾക്കെതിരെ ആദ്യം ക്യാമ്പയിന് തുടക്കമിടുക ഒരുപക്ഷെ വിദ്യാർത്ഥി സംഘടനകളാക്കും. അവരുടെ ഭാഗത്തു നിന്ന് വെയിലിൽ തന്നെ വിളവ് തിന്നുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെ ആണ് ഈ വലിയ ഇപ്പോൾ, അതായത് കളമശ്ശേരി പോളിടെക്നിക്കിലെ മെൻസ് ഹോസ്റ്റലിൽ നിന്ന് ഈ വലിയ അളവ് കഞ്ചാവ് പിടിച്ചപ്പോൾ അതായിരുന്നു ആ ഒരു പൊതുബോധമാണ്. രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കളമശ്ശേരി പോളിടെക്നിക് കോളേജിലെ ഹോസ്റ്റലിൽ നിന്നും കഞ്ചാവ് പിടികൂടിയ കേസിൽ കൂടുതൽ അറസ്റ്റിന് സാധ്യതയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇന്നലെ പിടിയിലായ അനുരാജിന് കഞ്ചാവ് എത്തിച്ച ഇതര സംസ്ഥാന തൊഴിലാളിയുടെ വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.